ഓർമ്മിപ്പിച്ച നന്നായി, ജസാഖല്ല. 2 ക്ലാസ് കൂടെ അല്ലേ ഉള്ളൂ നമുക്കിനി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള തൗഹീദിയായ ആശയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. എങ്ങനെയാണ്? ഒരാളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുക, അയാളെ മെന്റലി ടോർച്ചർ ചെയ്യുക, അയാളെ ഇല്ലായ്മ ചെയ്ത് കളയുക, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അവിടെയൊക്കെ ഫോൾട്ട് പറ്റും. ഖുർആൻ പഠിക്കുമ്പം ജസ്റ്റ് അള്ളാഹ് എന്താന്ന് പഠിപ്പിച്ച് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മളൊരു മനുഷ്യരോട് എങ്ങനെ ഹൗ ടു അപ്രോച്ച്, ഹൗ ടു ബിഹേവിയർ, അത് ഈ സാധനമൊക്കെ പെരുമാറ്റം, ഇതൊക്കെ സൈക്കോളജിക്കലി, അതായത് സൈക്കോളജി ഖുർആൻ തമ്മിൽ ഇത്രയും കണക്ട് ആവുന്നത്. ആളുകളെ ചേർത്ത് പിടിക്കേണ്ടത് എങ്ങനെയാണ് നല്ല കൃത്യമായിട്ട് ഹദീസും ഖുർആനും പറഞ്ഞു തരും. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. മാനസികമായി ഒരാളെ വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ ശാരീരികമായി വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അയാളുടെ ദുആയും അത് അക്രമി തന്നെയാണ്, അക്രമമേറ്റ ആളാണ്, കേൾക്കും. ചുരുക്കം പറഞ്ഞാൽ പീഡനമേറ്റ ആള് ദുആ ചെയ്തു കഴിഞ്ഞാൽ സ്വീകരിക്കും. ചില ആളുകളുടെ ചില സംസാരം അല്ല, അതല്ല, ശാപവാക്കുകൾ സൂക്ഷിക്കാവുന്ന ഹദീസ് ഉണ്ട്. അപ്പൊ ഇത് തന്നെ, ഈ ഒരാൾ ശപിക്കേണ്ടി വരുന്നത് എപ്പോഴാ? അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പീഡിപ്പിക്കപ്പെട്ടവളാണെങ്കിൽ അപ്പോഴാണ് നമുക്കൊരാളെ ശപിക്കേണ്ടി വരിക, നമുക്ക് വേദനയോടുകൂടി പ്രാർത്ഥിക്കേണ്ടി വരിക. അപ്പൊ ഇനി അല്ലാതെ നമ്മള് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് ചുമ്മാ സൂക്കേട് മൂക്കുവാണ്, രണ്ടുപേര് തമ്മിൽ ബന്ധം തീരട്ടെ, അല്ലെ നീ നശിക്കട്ടെ, ആ ദുആ സ്വീകരിക്കൂല. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇനി വരുമ്പോ ദുആയുടെ 2 ക്രൈറ്റീരിയാസ് പറഞ്ഞു തന്നെ, ഏതൊക്കെ ഏരിയയിലാണ്, ആംഗിളിലാണ് നമ്മൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല? അവിടെയാണ് റസൂൽ പറഞ്ഞത്, ഇതൊഴികെയുള്ള ഏത് പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അപ്പൊ സഹാബാക്കൾ ചോദിക്കുകയാണ്, റസൂലുള്ളാ, യാ റസൂലുള്ളാ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ ചില സമയത്ത്. അവിടെയാണ് ഈ ഹദീസ് നമ്മൾ എഴുതി വെച്ച് പഠിക്കേണ്ടത്. മോനെ, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നുകിൽ നീ ദുആ ചെയ്താൽ നിനക്ക് സ്പോട്ടിൽ ആൻസർ കിട്ടും. അപ്പൊ ദുആയുടെ ഒരു ഇതാണ് സ്പോട്ടിൽ ഉത്തരം കിട്ടും. ഇല്ലേ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അനുഭവം ഉണ്ടോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ദുആ ചെയ്താല് സ്പോട്ടിൽ ഉത്തരം കിട്ടും. 2, വ ഇമ്മ, അല്ലെങ്കിൽ അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, പഠിച്ചവൻ അതിനെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കും. അതായത് ചില ആളുകൾക്ക് സ്വർഗത്തിൽ കയറാനൊക്കെ എന്ത് കുറവായിരിക്കും, അക്കൗണ്ടിലെ ഏണിങ്സ് കുറവായിരിക്കും. അപ്പൊ അള്ളാഹ്ക്ക് അറിയാം ഇവന്റെ പോക്ക്, അപ്പൊ ഇവനെ കൂടുതൽ ആക്കാൻ വേണ്ടി, നമ്മളോട് കൂടുതലാക്കാൻ വേണ്ടി നമ്മുടെ ദുആയെ, അത് ദുആ അൽ ഇബാദത്തു എന്നാണല്ലോ, ദുആ ആരാധനയാണ്. അപ്പൊ ഇവന് ഇവിടെ സബർ ചെയ്യട്ടെ, ഇവന് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷമാണല്ലോ നമ്മുടെ അമലുകൾ കിട്ടണ്ടേ, അങ്ങോട്ടത്തേക്കുള്ള ഒരു നിധിയായിട്ട്, കൻസായിട്ട്, ഒരു ട്രഷറായിട്ട് പഠിച്ചവൻ സസ്പെൻസ് ആയിട്ട് മാറ്റിവെക്കും ദുആയെ. ഇത് നമ്മൾ അറിയുന്നില്ല. നാളെ മഹ്ശറയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കർമ്മങ്ങളൊക്കെ ഒരു LED സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നു വിചാരിക്കാം. എൻ്റെതായ ഒരു ഭാഷ കേട്ടോ, വിഷ്വൽ കൊണ്ടുവരിക. കാണിക്കുമ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഇപ്പം അങ്ങോട്ട് നമസ്കരിച്ച് ഓതി, പക്ഷെ ഒരുപാട് ആളുകൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ ദൂരെ വലിയ തിഹാമ പർവ്വതം പോലുള്ള മല, എന്ന് വെച്ചാൽ നന്മയുടെ മല, അത് കണ്ടോ എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ നോക്കി കൊതിക്കുക, ഓ അതൊക്കെ നമ്മളെക്കാട്ടിലും ഒരുപാട് മുൻകടന്ന് ഹജ്ജും ഉംറയും അതും ഇതും ഒക്കെ ചെയ്ത പണക്കാരുടെ അല്ലേ, നമുക്കത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കണ്ടല്ലാഹു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ പറയും, അതെടുത്തോ നിന്റെയാന്ന് പറയും. എന്റെയോ? എന്റെ എങ്ങനെയാവും? അപ്പൊ പറയും, നീ ഭൂമിയിൽ ഒരുപാട് ദുആ ചെയ്തില്ലായിരുന്നോ, നീ ഒത്തിരി ചെയ്തില്ലേ, നിനക്ക് കിട്ടിയില്ലല്ലോ, അതെല്ലാം ഞാൻ നിനക്ക് ഇന്ന് തരാൻ വേണ്ടി കൂട്ടി വെച്ചിരിക്കുന്നത്. എന്റെ റബ്ബേ, അത് കേൾക്കുമ്പോ സഹാബാക്കളെ ഹദീസിനകത്ത് ഇരിക്കുമ്പോണ്ടല്ലോ, ഫഖാലു, അവര് പറയുവാണ്, ഇതാ നുക്കസ്സിറ, ആ റസൂല പറയാം, നമ്മൾ ദുആ കൂട്ടിയാലോ റസൂലെ, കൂട്ടും തോറും സ്വീകരിച്ചില്ലെങ്കിൽ
നാളെ നിനക്ക് കിട്ടും, ഒന്നും വേസ്റ്റായി പോകുന്നില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ദുആ പോലും അള്ളാഹു സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. സ്വീകരിക്കാതെ ദുനിയാവിൽ ആൻസർ തന്നില്ലായിരുന്നെങ്കിൽ നാളെ അത് കിട്ടുമായിരുന്നല്ലോ എന്ന്. അവിടെ ദുആ ഒരിക്കലും എന്താകുന്നില്ല, വേസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ഒന്നുകിൽ പഠിച്ചവൻ സ്പോട്ടിൽ തരും, അല്ലെങ്കിൽ അള്ളാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. അല്ലെങ്കിൽ വ ഇമ്മ, മൂന്നാമത്തെ പെർസ്പെക്റ്റീവ്, വ ഇമ്മ അല്ലെങ്കിൽ അൻ യുസരിഫ അൻഹു മിനസ്സൂഇ മിസ്ലിഹ, നമ്മളിൽ നിന്നും നമ്മൾ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പാപം പഠിച്ചവൻ ഈ ദുആ കൊണ്ട് മാറ്റിക്കളയും. അല്ലെങ്കിൽ നമുക്കൊരു ദുരന്തം വരാനുണ്ടായിരിക്കാം, നമ്മൾ പോലും അറിയാത്ത ആ ദുരന്തത്തെ പഠിച്ചവൻ ഒഴിവാക്കി കളയും. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ എന്താ ഒരു ആക്സിഡന്റ് വരാൻ കാണുമായിരിക്കും, നമ്മൾ അതുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വർഷങ്ങളോളം കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ നടുവൊടിഞ്ഞൊക്കെ കിടക്കാനുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ കണ്ടമാനം എപ്പോഴുള്ള പ്രാർത്ഥന നിമിത്തം പഠിച്ചവൻ എന്ത് ചെയ്യും, അതിനെ ഇതാണ്. അപ്പൊ ഇതൊക്കെ മുമ്പ് തന്നെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ പോവുക, ആ ഏരിയ അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ട ഏരിയയാണ്, അത് എന്റെ ഏരിയ അല്ല. ഇന്നലെ ജസ്റ്റ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അള്ളാഹ് എഴുതി വെച്ചോട്ടെ, അത് അള്ളാഹുടെ ഇഷ്ടമാണ്. അള്ളാഹ് അത് നിരീശ്വരവാദികളാണ് പിന്നെ ചോദിക്കുന്നത് അള്ളാഹ് എന്തിനു എഴുതി വെച്ചോ, അതോ അങ്ങനെ എഴുതി വെച്ചോ, ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കുക. ഇനി അവിടെ മോർ ക്വസ്റ്റ്യൻസിന് ആവശ്യമില്ല. കാരണം അള്ളാഹ് നമ്മൾ ഒരുപോലെ അല്ല. നമ്മൾ കാലത്തിനകത്തും അള്ളാഹു കാലത്തിന് പുറത്തുമാണെന്ന് നമ്മൾ പറഞ്ഞു. കാലത്തിന് പുറത്തു പ്രപഞ്ചത്തിന് പുറത്ത് നിൽക്കുന്ന അള്ളാഹു ഇമ്മെറ്റീരിയലും നമ്മൾ മെറ്റീരിയലുമാണ്. അപ്പോൾ മെറ്റീരിയൽ അധിഷ്ഠിതമായ നമ്മൾ മെറ്റീരിയലിന് പുറത്ത് നിൽക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചാലും നമുക്ക് ആൻസർ കൺഫേം എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. അത് നമ്മൾ മഹ്ശറിൽ ചെല്ലുമ്പോൾ മാത്രമേ അള്ളാഹു ഓപ്പൺ ആക്കി തരത്തുള്ളൂ. സോ നമുക്ക് മറ്റെല്ലാം വെച്ച് നമ്മൾ അള്ളാഹുവിനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗൈബിയായ തലത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആയ അദൃശ്യമായ തലത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളുക. ചില ഏരിയ നമുക്ക് വിസിബിൾ അല്ല, അതിനെ ആ രീതിക്ക് തന്നെ മനസ്സിലാകുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ എഴുത്തും അള്ളാഹുവിന്റെ അറിവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധിക്ക് ഒരുപാട് ക്രോസ് ഡിസ്കഷന് നിൽക്കണ്ട. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എങ്ങനെ ചിന്തിക്കാം? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വരാനുണ്ടാവാം. അപ്പൊ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് അള്ളാഹു എനിക്ക് സ്വർഗം തരണേ, എനിക്ക് അത് ദുആ എപ്പോഴും രണ്ട് ടൈപ്പ് ആട്ടോ. ചില ആളുകളുടെ ദുആ കൂടുതലും ദുനിയാവിന് വേണ്ടായിരിക്കും. പഠിച്ചനെ SLC എക്സാം ചെയ്യിപ്പിക്കണേ, നല്ല ഉടുപ്പ് കിട്ടണേ, നല്ല ഡ്രസ്സ് കിട്ടണേ, വീട് കിട്ടണേ, സമ്പത്ത് കിട്ടണേ, സ്വർണം കിട്ടണേ, വണ്ടി കിട്ടണേ, കാറ് കിട്ടണേ, ജോലി കിട്ടണേ, എല്ലാവരുടെ മുമ്പിൽ ഇജ്ജത്തോടെ നടക്കാൻ പറ്റണേ. ഇതെല്ലാം ദുനിയ ബേസ്ഡ് ദുആയാണ്. ഈ ദുആ ചെയ്യുന്നല്ല പറഞ്ഞേ, ഈ ദുആ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കൊരു പണി കിട്ടും. കാരണം അള്ളാഹു പറഞ്ഞത് വമിൻഹും, ചില ആളുകളുണ്ട്, റബ്ബന ആതിന ഫിദ്ദുനിയ, പഠിച്ചോനെ ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് തരണേ എന്ന് മാത്രം പറയും. അത് അപകടമാണ്. ദുനിയാവിൽ മാത്രമല്ല ഹസനത്ത്. ദുനിയാവെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്താണ്? ജീവൻ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ള ആയത്ത് പഠിച്ചില്ലേ? അഹിയാക്കും സുമ്മ യുമീത്തുക്കും, അതിന്റെ ഇടയിൽ മാത്രമാണ് എന്ത്? റബ്ബന ആതിന ഫിദ്ദുനിയ. സുമ്മ യുഹീക്കും എന്ന് പറയുന്നത് മൗത്തിന് ശേഷമുള്ള വലിയ ജീവിതമാണ്. ആ ജീവിതത്തിൽ ദുആ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ചെയ്തു വെക്കണം. ആലമുൽ അസ്ബാബിന്ന് ഒരു മനുഷ്യൻ ബർസഖിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ദുആ ചെയ്യാൻ പറ്റൂല, പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല, പിന്നെ അവിടെ ആസ്വദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു മരം മുറിക്കുന്ന മെഷീൻ കിടന്ന് മാക്സിമം ഒച്ച എടുക്കുന്നുണ്ട്, അപ്പൊ അതിനേക്കാൾ കവർ ചെയ്യണം ഞാൻ. അപ്പൊ അതിനെ ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമസ്കാരം, ഖുർആന്, നോമ്പ്, ദുആകൾ എന്നൊക്കെ പറയുന്നത് എപ്പം ബർസഖിന് മുമ്പ് പരമാവധി എന്ത് ചെയ്യണം? ടേൺ ചെയ്ത് വെക്കണം അടുത്ത ലോകത്തേക്ക്. പിന്നെ അവിടെ നമുക്ക് ആകെ ഉള്ളത് സ്വാലിഹായ 3 കാര്യങ്ങളാണ്. സ്വാലിഹായ മക്കള്, സദഖത്തുൻ ജാരിയ, ഇൽമുൻ യന്തഫിഉ ബിഹി. അതിലിപ്പോ ഒന്നാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പരലോകത്തേക്കുള്ള ഏണിങ്സ് ആണ്. നിങ്ങൾക്കിവിടെ ഇൽമ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക ഖുർആനിൽ. ഇതിപ്പോ നിങ്ങളിൽ സേവ് ചെയ്തു, ഞാൻ മരണപ്പെട്ടു പോയാലും ഇത് നിങ്ങളിൽ നിലനിൽക്കും, നിങ്ങൾ അടുത്ത ആളിലേക്ക് പറയും. അപ്പൊ എനിക്കിത് ഫ്രീ ആയിട്ട് കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ എൻ്റെ സ്വാലിഹായ മക്കളാണ്. സ്വാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയറിൽ ഞാൻ നല്ല ഇസ്ലാമിക ശിക്ഷണങ്ങൾ കൊടുത്ത് വളർത്തി നല്ല റൂട്ടിൽ വിട്ട അവര് വാപ്പാനെ ഓർക്കും, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതും എന്താണ്? എൻ്റെ ബർസഖിലേക്കുള്ള ഏണിംഗ് ആണ്. ഞാൻ കഷ്ടപ്പെടാതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സദഖത്തുൻ ജാരിയാണ്. പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് ക്യാഷ് ചോദിച്ചില്ലേ? അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മാഷാ അല്ലാഹ്
അത്യാവശ്യം നല്ല എമൗണ്ടുകൾ തന്നെ നമ്മളെ പഠിതാക്കളിൽ നിന്ന് 3-4 ആളുകൾ തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നീയത്ത് പക്കാണ്. 100% അവർക്ക് ഇതിന്റെ പേരിൽ ഏതൊരു സ്ഥാപനമാണോ ഭൂമിയിൽ നിലനിൽക്കുന്നത്, ഈ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പള്ളിയുടെ മുകളിൽ വന്ന് ഒരു കാക്ക പോലും ഇരുന്നാൽ അത് അവരുടെ എന്താണ് ഒരു പങ്ക് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഖബറിലേക്ക് കിട്ടും. ആര് നമസ്കരിച്ചാലും കിട്ടും. ഇവിടെ എന്ത് ഖുർആൻ ക്ലാസ് നടന്നാലും കിട്ടും. എന്ത് നടന്നാലും കിട്ടും. അത് ലോകത്ത് ഏത് സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്താലും, ഇനി അതിലൊരു വെയിറ്റിംഗ് ഷെഡ് വേണ്ടി ഞാൻ കൊടുത്താലും, ഒരു മരം വെച്ച് പിടിപ്പിച്ചാലും, ഒരു സ്കൂളിന് വേണ്ടി കൊടുത്താലും അള്ളാഹുവിന്റെ തൃപ്തി കരുതിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുന്നിടത്തോളം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപം പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് മനസ്സമാധാനങ്ങൾ കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അവരുടെ മക്കളെ പടച്ചവൻ സ്നേഹികളാക്കി വളർത്തട്ടെ. അവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും പടച്ചവൻ സാധിക്കട്ടെ. അവർക്ക് മരണം വരെ ഖുർആന്റെ വഴിയിൽ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാനുള്ള എല്ലാ സൗഭാഗ്യം ഏത് സമയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇത് ഈ സദസ്സിന്റെ അറിയ എല്ലാ കബൂലിയത്തിന് ഹസനത്തോടു കൂടി സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ നമ്മളെയൊക്കെ പഠിച്ചവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നു. ദുആ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദുആയോളം വലുത് മറ്റൊന്നുമില്ല. അപ്പം മാക്സിമം ആ ആളുകൾക്ക് ഈ ഖുർആൻ ക്ലാസ്സിലെ ആളുകളുടെ നോമ്പും പിടിച്ചുള്ള ആമീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ 100% ഈ ഖുർആൻ എപ്പോഴും പറയുമ്പോഴേ ഏറ്റവും വിലപിടിപ്പുള്ള ആളെ സംസാരിക്കും. ഖുർആൻ രണ്ട് ടൈപ്പ് പ്രത്യേകതയാണ്. മോശം കാര്യങ്ങൾ നമ്മളിപ്പോ പറയുന്നുണ്ട്, ആ ആയത്ത് വരുന്നുണ്ട്. മോശം കാര്യത്തെ പറയുമ്പോൾ ഏറ്റവും നിസ്സാര കാര്യം പറയും. എന്നുവെച്ചാൽ നിസ്സാര കാര്യം പോലും നിസ്സാരമല്ല എന്ന് കാണിക്കുമ്പോൾ വലിയ കാര്യം വലുതാണെന്ന് പറയാൻ വേണ്ട. അന്ന് പറഞ്ഞ പോലെ വലിയ കാര്യത്തെ സംസാരിക്കും. ഉദാഹരണം മസ്ജിദുൽ ഹറാമിനെ പറ്റി ഷിർക്ക്, അള്ളാഹുവിന്റെ ഭവനം ഷിർക്കിൽ നിന്ന് ഒഴിവാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവിടെ എടുത്തു വെച്ചത് ഏറ്റവും വലിയ പള്ളിയാണ്. ഏതാ? മസ്ജിദുൽ ഹറാമാണ്. അല്ലേ? ഓർക്കുന്നുണ്ടോ പഠിച്ചേ? അപ്പൊ അതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ട എന്താണ്? ലോകത്തെ ഏത് കുഞ്ഞു പള്ളി പോലും ഇതിൽ നിന്നും ഏതാണ് ഈ നീയത്തിലാണ് പണിയേണ്ടത്. ഷിർക്കിൽ നിന്നും ഒഴിവായി ഫലാത്തതും അള്ളാഹു ഇലാഹനാണ്. അള്ളാഹ് അത് പണിതല്ല. പള്ളികൾ എന്ന് പറയുന്നതിന് പകരം ഏറ്റവും വലിയ പള്ളിനെ കൊണ്ട് പറഞ്ഞു. അതേപോലെ ഫർസീന കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നല്ലോ, ചുറ്റുവട്ടത്തുള്ള മുഴുവനും ഷിർക്ക് ചെയ്യുവാണെങ്കിൽ അവര് നമ്മളെ അതിലേക്ക് വലിച്ചാൽ നമ്മൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഭർത്താവ്, ഭാര്യ, സഹോദരി, സഹോദരന്മാർ. അവിടെ അള്ളാഹു എന്ത് ചെയ്തു? മാതാപിതാക്കളെ വെച്ചിട്ട് മെൻഷൻ ചെയ്തു പറഞ്ഞു, നിനക്ക് യാതൊരു കാര്യത്തിലും അറിവില്ലെങ്കിൽ മാതാപിതാക്കളാണ് വിളിക്കുന്നതെങ്കിൽ പോലും നിനക്ക് എന്ത് ചെയ്യാം? അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എന്താ? ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈ റിലേഷൻഷിപ്പിനെ അവിടെ പറഞ്ഞിട്ട് ഇനിയാണ് അതിന് താഴെ കിടക്കുന്ന ബന്ധം പോവുകയേ വേണ്ട. അതുപോലെ ഇപ്പൊ തസ്ലി ചോദിച്ച പോലെ മരിക്കുമ്പോ ഏറ്റവും ദുആ ചെയ്യാൻ അർഹൻ ആരാണ്? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അർഹൻ? മക്കളാണ്. ആ മക്കളാണ് ദുആ ചെയ്യേണ്ടത്. അപ്പൊ ആ മക്കളുടെ ദുആ സ്വാലിഹാക്കി ഒരു മക്കളെ ആക്കുക എന്നാണ് മാതാപിതാക്കളാണ് ആക്കേണ്ടത്. അപ്പം മക്കള് വെച്ചിട്ട് ഇനി അതിന് താഴെയുള്ള ആര് ദുആ ചെയ്താലും കിട്ടും. ഓക്കെ. ഖബറിന്റെ അടുത്ത് പോകണമെന്നില്ല കേട്ടോ, എവിടെ വേണം ദുആ ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ദുആയും തള്ളി പോകുന്നില്ല. ഒരു ദുആ എവിടെ തരുമെന്നാ പറഞ്ഞത്? ഒരു ദുആ പറഞ്ഞേ, ഒരു ദുആ എങ്ങനെ കിട്ടുന്ന പറഞ്ഞേ? വെരി ഗുഡ്, മാഷാഅല്ലാഹ്. അപ്പം ദുആകൾ ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല. നിങ്ങൾ ചെയ്തോളി മാക്സിമം. ഉദഊനി അസ്തജീബു ലക്കും. സൂറത്തുൽ ഫുർഖാൻ അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, കുൽ നബിയെ പറ. അത് അള്ളാഹ് പറയുവാണ്. ഇപ്പൊ അള്ളാഹ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്,
മാ യഅ്ബഉ ബിക്കും റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾ ഒരിക്കലും പരിഗണിക്കത്തില്ല. അള്ളാഹു നമ്മളെ പരിഗണിക്കുകയല്ലാന്ന്. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും പഠിച്ചോ നമ്മളെ പരിഗണിക്കില്ല. കാരണം എന്താ? ലൗലാ ദുആഉക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. കാരണം എന്താ? നമ്മൾ ആവശ്യക്കാരനാണെന്ന് പഠിച്ചവൻ അറിയാം. നമ്മൾ ഡിപ്പെൻഡഡ് ആണ് അള്ളാഹില്. അള്ളാഹു സമതാണ്, അള്ളാഹു നിരാശ്രയനാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിച്ചവന്റെ പെടലിക്ക് വെക്കുക. അള്ളാഹ് ഉദ്ദേശിച്ചവനാണ്, അള്ളാഹ് നീ ഉദ്ദേശിച്ചവനാണ്. അള്ളാഹുവിന്റെ ഭാരം പെടലിക്ക് വെക്കുക. അതുപോലെ അള്ളാഹുവിനോട് ചോദിച്ചോണ്ടിരിക്കുക. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മാക്സിമം ദുആ ചെയ്തോണ്ടേയിരിക്കുക. ഒന്നുകിൽ ആഗ്രഹം സാധിക്കും, അല്ലേ പാപം പൊറുക്കും, അല്ലെ ദുരന്തം വിട്ടുമാറും. ഇതൊന്നും അല്ലെങ്കിൽ പരലോകത്ത് ഏണിങ്സ് ആയിക്കൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇസ്മ ഖതിയത്തുർ റഹ്മ. അപ്പോ ലാസ്റ്റ് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇതാ നുക്കസിറ, അപ്പോ റസൂലെ ഞങ്ങൾ ദുആ കൂട്ടിയാല് പഠിച്ചോ നമുക്ക് ദുരന്തവും മാറ്റിയില്ല, നമുക്ക് ദുരന്തം എല്ലാം വന്നു, സ്പോട്ടിൽ മറുപടി സ്വീകരിച്ചില്ല. പക്ഷെ നമ്മൾ ദുആ ഒരാൾ വിട്ടുമാറാതെ, ഒരാൾക്ക് ചോദിച്ച സാധനം കിട്ടിയില്ല, അപ്പൊ തന്നെ നിരാശ വരുവാണ്. പിന്നെ അതുകൂടാതെ അപകടങ്ങൾ ദുരന്തങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും അയാൾക്ക് നിരാശ കൂടുവാണ്. അപ്പൊ ഒരാൾക്ക് നിരാശ വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് റസൂൽ ഇവിടെ പറയുന്നത് ദുആ കൊണ്ട്. ഓൾമോസ്റ്റ് ആളുകളൊക്കെ എന്ത് ചെയ്യും? ദുആയിൽ നിന്ന് വിട്ടുപോകും. അള്ളാഹ് എന്റെ ദുആ സ്വീകരിക്കുന്നില്ല, പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല, അള്ളാഹ് അഹാനൻ എന്നുള്ള കാഴ്ചപ്പാടിൽ പോകും. അഹാനൻ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചവൻ എന്നെ അവഗണിച്ചു, നിന്ദിച്ചു എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാറും. സൂറത്തുൽ ഫജ്ർ. അപ്പൊ സഹാബാക്കൾ ചോദിക്കണം, റസൂലെ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതാ നുക്കസിറ, നമ്മൾ ദുആ അധികമാക്കിയാലോ? അപ്പൊ റസൂൽ പറയാണ്, അല്ലാഹു അക്സർ, അള്ളാഹു അതിന് ഇരട്ടിയായിട്ടത് നിങ്ങൾക്ക് തരും എന്ന് പറയുകയാണ്. അതാണ് ലാ തഖ്നതു മിർ റൗഹില്ല, അള്ളാഹുവിന്റെ കാരണത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശ പാടില്ല. ശരി, നമുക്കിനി അടുത്ത ആയത്തിലേക്ക് പോവാം. നമ്മൾ ആ ആയത്തിനകത്ത് ഇത്രയും കോട്ട് ചെയ്യണമായിരുന്നു, പറയാൻ പറ്റില്ല. 71. അപ്പൊ അള്ളാഹുവിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ അറിഞ്ഞില്ലേ? 70 അലം താഴലം, നീ അറിയണം എന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഇന്നുമായിട്ട് അറിഞ്ഞില്ലേ? ആ, അറിഞ്ഞു. 71 വയഅ്ബുദൂന, നമ്മളോട് അള്ളാഹ് പഠിച്ചോൻ പറയുകയാണ്, ഇത്രയും അള്ളാഹിനെ പറ്റി അറിഞ്ഞിട്ട് അള്ളാഹിനെ അറിയാത്തവന്മാരുടെ കാര്യം പറയുകയാണ്. അള്ളാഹിനെ അറിയാത്ത ആളുകളുടെ കാര്യം നമ്മൾ അള്ളാഹുവിനെ അടുത്തിരുന്ന് കേൾക്കാം. വയഅ്ബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹ് ഒഴികെയുള്ള അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥയുണ്ടല്ലോ. മാലം യുനസ്സിൽ ബിഹി സുൽത്താനൻ വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ. ആഹാ, മാലം യുനസ്സിൽ ബിഹി സുൽത്താനൻ, അവർക്ക് അതിനെക്കുറിച്ച് ഒരു തെളിവില്ല. അച്ഛാ, അവര് ഷിർക്ക് ചെയ്യുന്ന ആളുകള്, വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളുകള്, ബഹുദൈവ ആരാധകര്, ഇവർക്ക് ഈ വിഷയത്തിൽ ഒരു തെളിവുമില്ല. അവരുടെ വേദഗ്രന്ഥം വെച്ച്, ബൈബിൾ വെച്ച് തെളിയിക്കാൻ പറ്റില്ല, ഭഗവത്ഗീത വെച്ച് തെളിയിക്കാൻ പറ്റില്ല, ഇനി മനുഷ്യ ദൈവങ്ങളെ വെച്ച് അവർക്ക് അത് വെച്ച് തെളിയിക്കാൻ പറ്റില്ല, ജാറം ഷിർക്ക് മക്ബറയാണെങ്കിൽ അവർക്ക് ഖുർആൻ ഹദീസ് വെച്ച് തെളിയിക്കാൻ പറ്റില്ല. അള്ളാഹ് ഒഴികെ ഉള്ള ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സുൽത്താനിയത്തില്ല. സുൽത്താൻ എന്ന് പറഞ്ഞാൽ പവർഫുൾ എവിഡൻസ്, എഴുതി വെച്ചോളൂ, പവർഫുൾ എവിഡൻസ് ഒരിക്കലും അവർക്കില്ല. വമാ ലൈസ ലഹും ബിഹി ഇൽമ്, ആ ഇൽമില്ല, എവിഡൻസ് ഇല്ല എന്നതിനെ കുറിച്ച് ധാരണയുമില്ല. കാരണം എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ നമ്മൾ സ്ഥാപിക്കേണ്ടത്, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ വരുന്ന ആൽഫ ജനറേഷനാണ്. പഴയ ഉസ്താദന്മാർക്ക് സുഖമായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്ത കൗമായിരുന്നു, കുത്തുബ എടുക്കുമ്പോഴും ഖുർആൻ ക്ലാസ് എടുക്കുമ്പോഴും മുമ്പിലിരിക്കുന്നത്, എന്ത് പറഞ്ഞാലും വെട്ടി വീഴുമായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല, 100 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിക്കും. അവർ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്യണം? കൂടുതൽ ഡെപ്തില് ഡീപ്പില് പഠിക്കേണ്ടി വരും. അള്ളാഹു ഉണ്ടോ, അള്ളാഹുവിനെ കാണുന്നത് എങ്ങനെയാണ്, അള്ളാഹു കേൾക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ പഴയ കാലത്ത് ഹമുക്കെ ഹയവാനെ എന്ന് വിളിച്ച് സമാധാനം അടയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കൃത്യമായ ആൻസർ കൊടുത്തില്ല എങ്കിൽ അവർ നിരീശ്വരവാദം അവരെ പക്ഷി റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ട് പോകും. അപ്പൊ ഇത് കണ്ടുപിടിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ഖുർആനും ഹദീസും പഠിച്ച് പറയൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. സോ സുൽത്താൻ, പവർഫുൾ എവിഡൻസ് അള്ളാഹ് വെച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ചോദിക്കും. അപ്പം ഇപ്പോ എന്താണ്, നമ്മുടെ ഇവിടെ ഈ സുന്നികൾ എന്ന് പറയുന്ന ചന്ദനക്കുടം, ഉറൂസ്, ജാറങ്ങളായിട്ട് നടക്കുന്ന ആളുകൾ, ഇവരൊരിക്കലും പോയി ഈ പവർഫുൾ എവിഡൻസും അതുമായിട്ട് ബന്ധപ്പെട്ട്, പവർഫുൾ എവിഡൻസ് ആണ് തെളിവ്, മുജാഹിദുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റു നവോത്ഥാന പ്രസ്ഥാനക്കാരും
ഉസ്താദെ നമ്മുടെ നബിദിനത്തിന് തെളിവ് ചോദിക്കുന്നുണ്ട് ഉസ്താദെ, നമ്മുടെ ഞാറും മക്ബറ ഉറൂസിന് തെളിവ് ചോദിക്കുന്നു ഉസ്താദെ, തെളിവ് തെളിവ് ഇങ്ങനെ ചോദിച്ചാൽ ഉസ്താദ് പെടും. പക്ഷെ ചോദിക്കുന്നില്ല. അപ്പൊ തെളിവിന് വേണം എന്ന ധാരണ, അതാണ് പറഞ്ഞത് വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ, തെളിവ് വേണം എന്ന വിഷയത്തിൽ അവർക്ക് ഇൽമുമില്ല. മനസ്സിലായില്ലേ? ആ ഇൽമുണ്ടെങ്കിൽ തന്നെ ഒരു ചാറ്റ് GPT എടുത്ത് ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കിയാനെ, അപ്പൊ അവർക്ക് എതിരെയുള്ള ഉത്തരം വരുമ്പോൾ ഉസ്താദ്മാരോട് പോയി ചോദിച്ചാനെ, അല്ലെങ്കിൽ ഹൈന്ദവരുടെ പണ്ഡിതന്മാരോട് ചോദിച്ചാനെ, ക്രൈസ്തവരുടെ പണ്ഡിതന്മാരോട് ചോദിച്ചാനെ. അപ്പം ചോദിക്കുന്നില്ല. പക്ഷെ ഇനിയുള്ള തലമുറ അങ്ങനെയല്ല, ചോദിക്കും. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അള്ളാഹ് കൽപ്പിച്ച സുൽത്താനിയത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. വമാ ലിദ്ദാലിമീന മിൻ നസീർ, ളാലിമീങ്ങളെ ഒരിക്കലും അള്ളാഹു സഹായിക്കത്തില്ല. അപ്പൊ അള്ളാഹ് ഒഴികെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ മുഴുവൻ ളാലിമീങ്ങളാണ്. ഇനി നമുക്ക് അള്ളാഹു ഒരു സിനിമാറ്റിക് വിഷ്വലൈസേഷൻ തരുവാണ് അടുത്ത ആയത്തിൽ. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആയത്ത് നമ്പർ 72 നോക്കിക്കേ, വായിക്കാമോ ആരെങ്കിലും? ഖുർആൻ ഉണ്ടോ അടുത്ത്? 72 വായിച്ചോ. ജുമാന വായിച്ച? ജുമാനല്ലേ ചോദിച്ചേ? അത് ആഷ്ന മിസ് വായിച്ചോളൂ. മലയാളം ഉണ്ട് എടുത്ത്, മലയാളം. വായിച്ചോ. കണ്ടോ, പടച്ചോൻ അടുത്തത് പറയുക. മാഷാ അല്ലാ. ഈ അള്ളാഹ് ഒഴികെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുമായിട്ട് നമ്മളൊരു സംവാദം നടത്താൻ, സത്യം പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വൈദാ തുത്ല അലൈഹിം ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, എവിഡൻസുകൾ. ആയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആയാത്ത് എവിഡൻസുകൾ, തെളിവുകൾ. ബയ്യിനാത്തിൻ, വ്യക്തമായ, എന്ന് വെച്ചാൽ ഒരു തർക്കിക്കേണ്ട ആവശ്യമില്ല. നിരീശ്വരവാദികളോടും അല്ലാത്തവരോടും ഒക്കെ ഒന്നിൽ സഹിയായ ഹദീസ് കാണിക്കാം. മറ്റേ ഈ ഇവരോട് നിരീശ്വരവാദികളോടാണെങ്കിൽ അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ കാണിക്കാം. ആരോട് കാണിച്ചാലും അവരുടെ എക്സ്പ്രഷൻസ് എന്തായിരിക്കും? തഅരിഫു ഫീ വുജൂഹില്ലദീന കഫറു അൽ മുൻകറ, നിനക്ക് അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റും. മുൻകർ, നിഷേധം, ആ റിയാക്ഷൻ എക്സ്പ്രഷൻസ് മുഖത്ത് കാണാൻ പറ്റും. അത് സൈക്കോളജിക്കൽ മൂവാ. അതായത് നമ്മൾ വാദം നടത്തുമ്പം അവരുടെ ഇന്നർ ഇമോഷൻ ഉണ്ട്, അവരുടെ ഉള്ളിലെ. നമ്മൾ സത്യം പറയുമ്പോൾ അവരുടെ ചില വാദങ്ങളുമായിട്ടത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ മുഖത്ത് എന്താണ്, കോപത്തിന്റെ എക്സ്പ്രഷൻസ് വരുന്നത് നിനക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അവരുടെ മുഖത്ത് താരിഫു വജിഹ് എന്ന് തന്നെ അള്ളാഹ് പറഞ്ഞത്. അവരുടെ ഇടപാടുകൾ എന്നല്ല, അവരുടെ മുഖത്ത് തന്നെ എന്താണ്. അപ്പൊ ഇതിനകത്തൊരു സൈക്കോളജിയും കൂടെ, നമ്മൾ ഇങ്ങനെ സൈക്കോളജി നിർമ്മിച്ചെടുക്കുന്നത് ഖുറാനിൽ നിന്നും. ഉള്ളിൽ കോപമുണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകടമാകും എന്ന ഒരു തിയറി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അവിടെ എന്തും ആയിക്കോട്ടെ, നമുക്ക് ഒരാളോട് ദേഷ്യമാണ്, നമുക്കൊരു സാഹചര്യം ഇഷ്ടമില്ല, അല്ലെ നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ ഇഷ്ടമില്ല, അല്ലെ ഒരാളുടെ സമീപനം നമുക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ എത്ര ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചാലും നടക്കൂല. നമ്മുടെ മുഖം അത് വായിക്കാൻ പറ്റും, നമ്മുടെ കണ്ണുകൾ വായിക്കാൻ പറ്റും. ഇപ്പോ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുൻപല്ല് കൊണ്ട് ചിരിക്കുകയും അകമ്പല്ല് കൊണ്ട് ഇറുമുകയും ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണോ? മുമ്പാപ്പല്ല് കൊണ്ട് ചിരിക്കുക, അകമ്പല്ല് കൊണ്ട്. നമ്മൾ ഒരാളെ ഇങ്ങനെ ചിരിച്ചു കാണിക്കുക, ഇങ്ങനെ ചിരിച്ചു കാണിക്കുക. ചിരിച്ചു കാണിക്കുമ്പം കെറുവാണ്, ദേഷ്യം. അകമ്പല്ല് കൊണ്ട് ഇങ്ങനെ നമ്മൾ കാണിക്കുവാണ്. ഇത്
യഥാർത്ഥത്തിലുണ്ടല്ലോ ആ സൈക്കോളജിക്കലി ആ ചിരിയിൽ നിന്ന് പോലും വായിച്ചെടുക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? നമ്മൾ മുമ്പ് പറഞ്ഞാലെന്ന് തോന്നുന്നു, നമ്മൾ മുഖം എല്ലാം ബാലൻസിങ്ങിലാ നിൽക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈ ക്ലാസ്സിലല്ലേ പറഞ്ഞേ? ഓക്കെ, പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ചിരിക്കാൻ വേണ്ടി 16 മസിൽസുകൾ അള്ളാഹു ബ്രെയിൻ ഡേറ്റാസ് നെർവിന് മെസ്സേജ് കൊടുക്കും. ഏതാ? ചിരിക്കാൻ വേണ്ടിയുള്ള 16 മസിലുകളെ നീ വർക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മുടെ മുഖത്തുള്ള 16 മസിലുകള് ഈ കവിളിന്റെ ഇവിടെ കവിള് പൊങ്ങ ചിരിച്ചു നോക്കിയേ, വേണ്ട, കവിള് പൊങ്ങി കീറി 2 സൈഡിലോട്ട് വലിക്കണം, കണ്ണിനെ 2 സൈഡിലോട്ട് വലിക്കണം. അപ്പം ഈ 3 സ്ഥലങ്ങളിൽ നിന്നും 16 മസിലുകൾക്കുള്ള ഡേറ്റാസ് ഇൻഫോർമേഷൻ ബ്രെയിനിൽ നിന്നും പോയാൽ മാത്രമേ യഥാർത്ഥ ചിരി മുഖത്ത് പ്രകടമാകത്തുള്ളൂ എന്ന് സൈക്കോളജി പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നാട്ടുവച്ചിക്ക് കേൾക്കാൻ വേണ്ടി ക്ലിയർ ആണ്. അപ്പൊ ബ്രെയിന് ഈ മെസ്സേജ് കൊടുക്കണമെങ്കിൽ ബ്രെയിനിന് മനസ്സാണ് തോന്നിപ്പിക്കേണ്ടത്. ആദ്യം മനസ്സാണ്, റൂഹിയായ തലം. റൂഹിയായ തലത്തിൽ നിന്നാണ് ഒരു തോട്ട് നേരെ ബ്രെയിനിലേക്ക് വരുന്നത്. ഒരു എന്താണ്? എനിക്ക് ചിരിക്കാൻ തോന്നുന്നു, ചിരിക്കാൻ മുട്ടുന്നു. ഏതാണ്? എന്റെ ഹസ്ബൻഡാണ് വരുന്നത്, എന്റെ കൊച്ചാണ് വരുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് വരുന്നത്. അപ്പൊ അയാളോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് ചിരിക്കാൻ തോന്നുന്നു എന്നുള്ള മെസ്സേജ് ബ്രെയിനിന് മനസ്സ് കൊടുക്കും. അപ്പൊ തന്നെ ബ്രെയിൻ അതിന്റെ കൃത്യമായ കെമിക്കൽ തലങ്ങളിലുള്ള രാസമാറ്റങ്ങൾ നരമ്പ് വഴി, വെയിൻ വഴി മസിൽസുകൾക്ക് കൊടുത്താൽ മാത്രമേ ആ മനസ്സിൽ തോന്നിയ സാധനം മുഖം എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അതാണ് ചിരി. അതാണ് 16 മസിലുകൾക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുമ്പോൾ ഒരാൾ നാച്ചുറൽ സ്മൈൽ ചിരിക്കും, നാച്ചുറൽ ചിരി. അപ്പൊ നാച്ചുറൽ ചിരിയിൽ എന്തൊക്കെയാണ് പങ്കെടുക്കുന്നത്? അയാളുടെ ഒരേ സമയത്ത് കവിള് ചിരിക്കും, ചുണ്ട് ചിരിക്കും, കണ്ണ് ചിരിക്കും. ഒരാളുടെ ഒറിജിനൽ ചിരിയിൽ കണ്ണിൽ ചിരി കാണാൻ പറ്റും, കവിളിൽ ചിരി കാണാൻ പറ്റും, ചുണ്ടിൽ ചിരി കാണാൻ പറ്റും. ദിസ് ഈസ് നാച്ചുറൽ സ്മൈൽ. തബസ്സുമുക, നിന്റെ ചിരി, ലി അഹീഹി, നിന്റെ സഹോദരൻ, നമുക്ക് ചിരിക്കണേ, നിന്റെ സഹോദരനുള്ള ചിരി സദഖത്തുൻ, അതൊരു സദഖയാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയും സൈക്കോളജി എന്നെ വിളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മനസ്സ് പറയുകയാണ്, നീ മുമ്പിൽ നിൽക്കുന്ന മുതലിനെ എനിക്ക് ഇഷ്ടമില്ല, വല വന്നിരിക്കുന്നു, ഉള്ളിൽ പറയുക. അപ്പൊ ഒരിക്കലും മനസ്സ് ബ്രെയിനിനോട് പറയൂല എനിക്ക് നാച്ചുറൽ ചിരി വേണ്ട. പക്ഷേ അവരുടെ മുമ്പിൽ ഒന്ന് ചിരിച്ചേക്കാം. ഒന്ന് ചിരി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ആർട്ടിഫിഷ്യൽ ചിരി ചിരിച്ചേക്കാം. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യുക? ഈ 16 മസിൽസിന് മെസ്സേജ് കൊടുക്കൂല. 16 മസിൽസിന് നാച്ചുറൽ സ്മൈലിന്റെ മെസ്സേജ് മനസ്സാണല്ലോ തീരുമാനിക്കുന്നത്. കുറച്ച് ചിരിക്കാം. അപ്പോൾ ഒരു 8 മസിലിനേ ഉള്ളൂ ഈ ബ്രെയിനിൽ നിന്നും മെസ്സേജ് വരത്തുള്ളൂ. അപ്പോൾ കണ്ണിലേക്കുള്ള മെസ്സേജ് വരൂല. ആർട്ടിഫിഷ്യൽ ചിരിയിൽ കണ്ണ് ചിരിക്കൂല. ഒരാൾ ചുണ്ട് മാത്രമേ ഇങ്ങനെ ആകത്തുള്ളൂ, കണ്ണ് അങ്ങനെ തന്നെ നിൽക്കും, കവിള് പാതിയെ ചിരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഒറിജിനൽ സാധനവും ഡ്യൂപ്ലിക്കേറ്റ് സാധനവും ഉള്ളിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു സാഹചര്യം ഇഷ്ടമില്ല, ചില ആളുകളുടെ സംസാരം ഇഷ്ടമില്ല, ചില ആളുകളുടെ സമീപനം ഇഷ്ടമില്ല. അത് ആരും ആവാം, നമ്മുടെ മക്കളാവാം, ഹസ്ബൻഡാവാം, കുടുംബക്കാർ ആരും ആകാം, മാതാപിതാക്കളാവാം. അല്ലെ ഇന്നലെ പറഞ്ഞതിന്റെ ഹാങ് ഓവർ വിട്ടു മാറിയിട്ടില്ല. ഇന്നലെ നമ്മൾ നല്ല ചീത്ത കേട്ടായിരുന്നു, അതിന്റെ ആ ഹാങ് ഓവർ ഫീലിങ്സ് പോയിട്ടില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഒരാളായിട്ട് നടിക്കും. എത്ര നടിച്ചാലും നമ്മുടെ മനസ്സ് ആ സിറ്റുവേഷന് പൂർണ്ണമായ മെസ്സേജ് ബ്രെയിന് കൊടുക്കാത്തത് കൊണ്ട് പാവം ബ്രെയിൻ എന്ത് ചെയ്യും? മനസ്സ് പറയും ഒന്ന് ചിരിച്ചേക്കാം, കുറച്ച് എക്സ്പ്രഷൻസേ മുഖത്ത് വരുത്തത്തുള്ളൂ. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മളെ പഠിച്ച ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. താരിഫ് ഫി വുജൂഹിഹിം, നിന്റെ മുഖത്ത് കാണാൻ പറ്റും നിന്റെ ഇന്നർ ഇമോഷൻ. നീ എത്ര നല്ലവളായിട്ട് നിന്നാലും മുഖത്ത് ചെറിയൊരു വാട്ടം കാണാൻ പറ്റും. ശരിയാണോ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? മാഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഖുർആൻ പഠിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ഒരുപാട് സൈക്കോളജികൾ കിട്ടും, ഉപവിഷയങ്ങൾ, സബ് പ്രോഡക്റ്റ്. അപ്പൊ അള്ളാഹു പറയുന്നതാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള വിഷയം നീ അവരുമായി സംസാരിച്ചാൽ അവരുടെ ഉള്ളിലെ സത്യവുമായിട്ട് അത് ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് ഭയങ്കരമായ കലഹങ്ങൾ നടക്കും ഉള്ളിൽ. അതിന്റെ ഒന്നാമത്തെ എക്സ്പ്രഷൻസ് ഇതൊക്കെ അവരുടെ മുഖത്ത് കാണാൻ പറ്റും. താരിഫ് വുജൂഹില്ലദീന കഫറുൽ മുൻകർ കാണാൻ പറ്റും. അപ്പൊ മുഖത്ത് ഇത് ഒന്നാമത് പ്രകടമാകും. രണ്ടാമത് പ്രകടമാകാൻ പോകുന്നത് എങ്ങോട്ടാണ്? യകാദൂന യസ്തൂന ബില്ലദീന
യത്ലൂന അലൈഹിം ബി ആയാത്തിന, നീ ഇത് നിർത്ത്, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത് ഇവർ നമ്മളെ അടിക്കാൻ വേണ്ടി കൈവെക്കും, ആക്രമിക്കാൻ വേണ്ടി വരും. അതിനുള്ള റിയാക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചോൻ പറയുന്നുണ്ടല്ലോ. ആദ്യം അത് കോപമായിരിക്കും, പിന്നെ അത് ഹിംസയിലോട്ട് മാറും. അവര് കയ്യും കാലും പൊക്കും. അങ്ങനത്തെ അപകടം ഉണ്ടോ? അടിക്കാൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ്, എല്ലാ അനുഭവങ്ങളും ഉണ്ട്. അപ്പൊ ഖുർആൻ പറയുന്ന എല്ലാ അനുഭവങ്ങളും സൈക്കോളജിക്കലി നിങ്ങൾ എക്സ്പ്രസ് ചെയ്തവരാണ്. അപ്പൊ ഈ ആയത്തൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന, നമ്മളുടെ വ്യക്തമായ എവിഡൻസുകൾ അവരുടെ മുമ്പിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചാൽ ആദ്യം അവർ മുഖം കൊണ്ട് കോഷ്ടി കാണിക്കും, രണ്ടാമത് കയ്യും കാലും എടുത്തോണ്ട് വരും. അപ്പൊ അള്ളാഹ് പറയാണ്, കുൽ നബിയെ പറ, അഫ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ബിഷർ ഉനബ്ബിഉക്കും ബിഷർ, ഞാൻ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയട്ടെ, ഒരു സന്തോഷ വാർത്ത. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മളോട് അള്ളാഹ് പറയുക, നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെ. എന്താ പഠിച്ചോനെ? മിൻ ദാലിക്കും, അതിൽ നിന്നും, ഇപ്പൊ നടക്കുന്ന പരിപാടിയിൽ നിന്നും ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെ. അന്നാർ, നരകമാണ്, വഅദഹുല്ലാഹുല്ലദീന കഫറു, സത്യത്തെ ഇങ്ങനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ളത് ആത്യന്തികമായ നരകമാണ്, അതിലോട്ടുള്ള തുടക്കമാണ് അവരാ തുടങ്ങുന്നത്. കഫറു, അവരിപ്പോ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. വബിക്സൽ മസീർ, എത്ര ചീത്തയാണ് അവരുടെ കാര്യങ്ങൾ, എത്ര ചീത്തയാണ്. നോക്കിയേ, അവസാനം കൊണ്ട് നരകമാണെന്ന് പറഞ്ഞു. ഓ പഠിച്ചോനെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരല്ലേ, അല്ലേ? എത്ര ഭാഗ്യവാന്മാരാ. നോമ്പ് പറ്റി, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റി, അള്ളാഹുവിന്റെ മതത്തിനെ സംസാരിക്കാൻ പറ്റി. അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ആളുകളുടെ സമീപനങ്ങളും എക്സ്പ്രഷൻസുകളും എന്തൊക്കെയാന്ന് പറ്റി. പ്രിയമുള്ളവരെ, 72ാമത്തെ ആയത്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് തിയറികൾ കിട്ടുകയാണ്. മനുഷ്യർ രണ്ട് വിഭാഗമാണ്. സത്യം കേൾക്കുമ്പോൾ എപ്പോഴും മനുഷ്യർ രണ്ടായിട്ട് തിരിയും. ഒന്നുകിൽ അവരുടെ ഹൃദയം സോഫ്റ്റ് ആകും, അവരുടെ ഹൃദയം മൃദുവാകും. അതിന്റെ ബെറ്റർ എക്സാമ്പിൾ ആണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കൊല്ലാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ത്വാഹ മാ അൻസൽനാ കേൾക്കൂ, സത്യം കേട്ടപ്പോ അദ്ദേഹത്തിന് ഇടത്തോട്ടും വലത്തോട്ടും ചായവില്ലാത്തൊരു ഹൃദയം, ബ്രെയിൻ ആയിരുന്നു. ഈ കേൾക്കുന്നതിനകത്ത് എന്തോ ഉണ്ടല്ലോ. അല്ലെ? നിങ്ങളൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ ജാഹിലിയ കാലം എന്ന് പറയുന്നത് നിങ്ങളും ജാറവും അക്ബറയും ഒക്കെ ആയിട്ട് നടന്നവരായിരിക്കും. നിങ്ങളോട് ആരോ സത്യം പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു വന്നവരാണോ, അതോ നിങ്ങളുടെ ഉമ്മായും ബാപ്പായും ജന്മന തൗഹീദിന്റെ ആളുകൊണ്ട് വന്നവരാണോ? പറഞ്ഞേ, എങ്ങനെ വന്നവരാ? മാഷാ അല്ലാഹ്. ഞാനും അങ്ങനെ തന്നെ വന്നതാ. ഞാന് സുന്നി കോളേജില് 6-7 വർഷം ഓതിയതാണ്. അപ്പൊ എന്റെ കൂടെ ഓതിയവർ ഇപ്പോഴും ആ ലെവലിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉസ്താദ് കുറച്ച് ഫോർവേഡ് ആയിരുന്നു. ഉസ്താദ് അത്യാവശ്യം കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ എന്നോട് ഒരു അറബി കോളേജിൽ ഓതാത്ത ഒരു സാധാരണ എൻ്റെ ഒരു കൂട്ടുകാരനാണ് 1-2 പ്രസംഗം കേട്ടിട്ട് വന്നിട്ട്, നിനക്കൊക്കെ ചിന്തിച്ചാൽ കുറച്ചും കൂടെ കിട്ടുമായിരിക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ ആദ്യം ഒന്ന് നമ്മുടെ ഉള്ളിലെ ഇൽമു വെച്ചൊന്ന് തർക്കിച്ചു. അങ്ങനെയാണല്ലോ, അന്ധമായും ഭദ്രമായും നമ്മൾ ചാടി വീഴുകയാണ്. പിന്നെ ഇവൻ പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പം മുഖത്തുനിന്ന് എന്തല്ല വന്നത്, താരിഫു ഫി വുജൂഹില്ലദിന്റെ മുൻകർ, മുഖത്ത് ഇവനെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യണം, ഇവനെ നശിപ്പിക്കണം, ഇവനെ വാദം ഒടിക്കണം എന്ന ചിന്താഗതി അല്ല വന്നത്. ഇവൻ പറയുന്ന വിഷയം എന്താണ്, ഒന്ന് പഠിക്കണം. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ ശരിയാണ്, പഠിച്ചോൻ തുറന്നു വന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും ഖുർആനായത്തുകളിലേക്കുള്ള ക്ഷണമായിരുന്നു നടത്തിയത്. ഞാൻ പറഞ്ഞ അങ്ങനെയാവും. ചില ആളുകൾ സത്യം കേൾക്കുമ്പോൾ ആ നിലപാടിലേക്ക് വരും, അവരുടെ ഹൃദയം സോഫ്റ്റ് ആയി പോകും. അപ്പൊ നിങ്ങൾക്കും ആ ഉദാഹരണം ഉണ്ടല്ലേ, മാഷാ അല്ലാഹ്. രണ്ടാമത്തെ ടൈപ്പ്, സത്യം കേൾക്കുമ്പോഴേക്കും ഹൃദയം കഠിനമായി പോകും, പാറ പോലെ. സുമ്മ കസത് കുലൂബുഹും ഫഹിയ കൽ ഹിജാറ, അത് പാറ പോലെ കടുത്തു പോകും. കേൾക്കാൻ പോലും ഒരു സ്റ്റേജ് തരൂല, കേൾക്കാൻ പോലും ഒരു അവസരം തരൂല. അതാണ് അബൂജഹൽ, അബൂ ലഹബ്. ഈ എക്സാമ്പിൾ റസൂലുള്ളാഹി കേൾക്കുക മാത്രമല്ല രണ്ടാമത് ഉപദ്രവിക്കുക കൂടി ചെയ്യുന്നു. അതാണ് യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന. ഓ മുഹമ്മദേ, നീ മക്കയിൽ നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പെടലിയിൽ ഞാൻ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിട്ടു.
അപ്പൊ നമ്മുടെ ദേഹത്തും പല സൈസ് മാലകൾ അവർ കൊണ്ടിടും, കയ്യും കാലൊക്കെ പൊക്കി. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ചു നമ്മളെ. ഒന്നാമത്തെ ടൈം. ഇപ്പൊ ഇവിടെയും നമുക്കൊരു സൈക്കോളജി കിട്ടി. ഏതാ? ആയത്തുമായിട്ട് ബന്ധമില്ലാത്ത സൈക്കോളജി. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കൂടെ പഠിപ്പിച്ചു തരുവാ. ഖുർആൻ പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ചിന്തിക്കാം എന്നുള്ളതിനെയാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഈ ആയത്തിൽ തൗഹീദാണ് പറയുന്നതെങ്കിലും ഒരു സൈക്കോളജിയുടെ ഒരു തിയറി നമ്മളിപ്പോ ഇതിൽ നിന്ന് നിർമ്മിച്ചെടുത്തു. എന്താന്ന് പറയാമോ? തൊട്ടു മുമ്പ് പറഞ്ഞായിരുന്നു. പറയാൻ പാടില്ല. അവരുടെ മുഖത്ത് കാണാൻ പറ്റും, വായിച്ചിരിക്കാൻ. അപ്പം റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സൈക്കോളജി നമുക്ക് ആയത്തിൽ നിന്ന് പൊക്കി. ഇനി ഇതിൽ നിന്ന് രണ്ടാമത് മറ്റൊരു സൈക്കോളജിയുടെ തിയറിയും കൂടെ ഇപ്പൊ പൊക്കിയെടുക്കുക. അത് പഠിച്ചോ തന്നെ. ഇപ്പം ദൈവിക സത്യമാകണമെന്നില്ല. ഇപ്പൊ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക മാറ്ററിന്റെ സംവാദ വിഷയമാണ്. ഏത് സത്യത്തെ കുറിച്ചാണെങ്കിലും, സത്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നീ അത് എടുത്തോ, ഞാനത് എടുത്തില്ല, നീ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞ ശരി, അങ്ങനെ കുടുംബത്തിലൊക്കെ പല വിഷയങ്ങളും വരും. അപ്പോ ഒരാളെ സത്യം അയാളുടെ ഭാഗത്തല്ല, നമ്മൾ അയാൾക്ക് രക്ഷപ്പെടാനാകാത്ത വിധം സത്യം കൊണ്ട് അയാൾ ക്രോസ് ചെയ്യാണ്. അപ്പോ അയാള് രണ്ടാലൊരു റൂട്ടിലെത്തും. ഒന്നുകിൽ എടി അറിഞ്ഞില്ല കേട്ടോ, നീ പറഞ്ഞ പോലെയാണ് കാര്യം, അല്ലാ ഞാൻ നീ വിചാരിച്ച പോലെയാണോ, ശരി ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെയാ ഓർക്കാൻ കണ്ടോ. അപ്പൊ തന്നെ അവര് ഹൃദയം സോഫ്റ്റ് ആവും, സറണ്ടർ ആവും. എന്നാ വേറെ ടൈപ്പ് ആളുണ്ട്, അതല്ല സത്യമെന്ന് നമ്മൾ കുടുംബത്തിലെ വിഷയം ആയിക്കോട്ടെ, കല്യാണത്തിന്റെ വിഷയം ആയിക്കോട്ടെ, തെറ്റിദ്ധാരണ ആയിക്കോട്ടെ, മദ്രസയിലെ വിഷയം ആയിക്കോട്ടെ, മറ്റു പല കാര്യം അതല്ല സത്യം എന്ന് പറഞ്ഞു കൊടുത്താലും ഒരു രക്ഷയില്ല, സമ്മതിച്ച് തരൂല മോനെ. അങ്ങനത്തെ അനുഭവം ഉണ്ടോ? ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഈ തിയറി നമുക്ക് കിട്ടി. മനുഷ്യർ രണ്ട് വിഭാഗമാണ്. സത്യം പറയുമ്പോൾ അത് ദൈവിക വിഷയമായിക്കോട്ടെ, അല്ലാത്ത സാധാരണ സാമ്പത്തിക വിഷയം ആയിക്കോട്ടെ, മറ്റേത് വിഷയം ആയിക്കോട്ടെ, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അപ്പൊ തന്നെ നമ്മളുമായിട്ട് കമ്പനി ആവും, നമ്മളുമായിട്ട് അസോസിയേറ്റഡ് ആവും. അതേ സമയത്ത് ഉള്ളിൽ അഹങ്കാരമുള്ള ആൾക്ക് അയാളുടെ ധാരണ തെറ്റായി ബോധ്യപ്പെടുത്തി കൊടുത്താലും അത് ദൈവിക വിഷയമായിക്കോട്ടെ, കുടുംബ വിഷയമായിക്കോട്ടെ, സാമൂഹ്യ വിഷയമായിക്കോട്ടെ, നോ, ഒരിക്കലും സറണ്ടർ ആവൂല. അയാൾ വേറെ പോലെ ഉറച്ചു നിൽക്കും. അയാൾ നമുക്ക് തിരുത്താനാവൂല. അത് ചിലപ്പോൾ കുടുംബക്കാർ പോലും തിരുത്താനാവത്തില്ല. വർഷങ്ങളോളം ആ പിണക്കം നിലനിൽക്കും. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടിയേക്കണം. കാരണം ഇവർ പൊട്ടന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. ഇവരുടെ ബുദ്ധി ഇവർ കൃത്യമായ രീതിയിൽ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അപ്പം നമ്മളും വൈകാരികത, നമ്മൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്. നമുക്ക് ഈ നേരമില്ല ഇത്തരം ആളുകളുടെ വാദങ്ങളിൽ ചെന്ന അടിമകളായി നമ്മളുടെ ആഹ്റം നശിപ്പിച്ച് കളയരുത്. നിങ്ങൾ ഖുർആന്റെ പഠിതാക്കളാണ്, നിങ്ങൾ ഹൈ തോട്ടിൽ ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ മനസ്സ് വിശാലമാണ്. ഇന്നലെ പറഞ്ഞില്ലേ, വലിയ ഏരിയ, ഏക്കർ കണക്കിന് ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു ടോറസ് ലോറി പാർക്ക് ചെയ്യാൻ വലിയ വിഷയമാണോ? 10 ടോറസ് ലോറി പാർക്ക് ചെയ്യാൻ വിഷയമാണോ? ഒരു വിഷയമല്ല. കുഞ്ഞ് പോർച്ചും കൊണ്ട് ഇരിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ഒരു വലിയ ലോറി വന്ന് നിർത്തി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പോലും വഴി കാണൂല. അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സത്യം മനസ്സിലാകുന്നില്ല, സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ അവിടെ ഇരി, നിനക്ക് മനസ്സിലായിക്കോളൂ ഒരു ദിവസം. നമുക്ക് ടെൻഷൻ ഇല്ല. നോക്കി എത്ര ഫ്രീ ആണ് നമ്മൾ. അത് നിങ്ങൾ കുഞ്ഞു മനസ്സിന്റെ ആൾക്കാരാണെങ്കിൽ, ഞാൻ എത്ര പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലോ, എത്ര പറഞ്ഞിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലോ, എന്താ ചെയ്യുക ഇങ്ങനെ പുലമ്പിക്കൊണ്ടെടുക്കും. പഠിച്ചോൻ തന്നെ ആയത്തിന്റെ അകത്ത് തന്നെ നമുക്ക് ഹൈഡ് വെച്ചിരിക്കുന്നുണ്ടോ? ചില ആളുകൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലേ റിയാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 2 വിഷയങ്ങൾ അതിനകത്ത് കിട്ടി. അത് സാധാരണ വിഷയങ്ങളാണ്. അത് ദൈവിക വിഷയത്തിലാണ് അവരെ ഈ നിലപാടെടുക്കുന്നതെങ്കിൽ അവരുടെ സങ്കേതം നരകമായിരിക്കും എന്നും പറഞ്ഞിരുന്നു. ഇനി 73-ാമത്തെ ആയത്ത് അടുത്ത ആള് വായിക്കാം. അല്ലെ, ആരും വായിക്കില്ലെങ്കിൽ ആഷ്ടടിച്ചിട്ട് തന്നെ വായിച്ചോളി. ജുമാന.
അർത്ഥവും മാഷാ അല്ലാ. നോക്കി എത്ര സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞു വെക്കുന്നെന്ന്. അള്ളാഹു ഇല്ലാതെ ജീവിക്കുന്ന മറ്റു ദൈവങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും മറ്റു സംഗതികളെയും ആശ്രയിക്കുന്നവരെ പഠിച്ചവന് ഉദാഹരണം പറഞ്ഞു നോക്കിയേ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ളുരിബ മസലുൻ, ഒരു ഉദാഹരണം പറയുന്നു. ഫസ്തമിഉ, ഫസ്മഉ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക എന്നാ. ഫസ്തമിഉ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാ. കയ്യിങ് ഓൾ ബോഡി ലാംഗ്വേജ്, ഫുള്ള് ഓൾ മൈൻഡ് മൊത്തം നിങ്ങൾ അള്ളാഹുലേക്ക് നൽകൂ. ഞാൻ പറയുന്ന ഈ വിഷയത്തെ നിങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കൂ എന്നാണ് ഫസ്തമിഉ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ആർ യു റെഡി? ഓക്കെ. അപ്പൊ പഠിച്ചവൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അള്ളാഹുവിന്റെ അടുത്തിരുന്ന ഒരു ആയത്ത്, നമ്മൾ ഈ സൂറത്തെ ഹജ്ജ് പഠിച്ചിട്ട് ഇതുവരെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലോ, സംസാരിച്ചിട്ടുണ്ടോ? ഈ 72 ആയത്ത് പറഞ്ഞിട്ട് നീ മോനെ ശ്രദ്ധിച്ച് കേൾക്കൂന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പഠിച്ചവൻ എന്തോ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ നമ്മളോട് പറയാൻ വേണ്ടി പോവാ. ഇതുവരെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹ് പൊതുവിഷയങ്ങൾ പലതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയാ, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ നിനക്കൊരു വിഷയം പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എല്ലാ ശ്രദ്ധകളും അള്ളാഹുവിന്റെ അടുത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്താ പഠിച്ചതിന്റെ വിഷയം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല. എടാ, അള്ളാനെ കൂടാതെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ലൻ യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ പറയാം, ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ഇനി അത് മാത്രമല്ല, വല വിജിത്തമഉ ലഹു, അവർ അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയാലും, ഇപ്പം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ദൈവത്തിന് മാത്രം കഴിയില്ല എന്നല്ല, അള്ളാഹ് ഒഴിച്ച് ഈ ലോകത്തെ എല്ലാ ദൈവങ്ങളും കൂടെ, ദൈവ കൺസെപ്റ്റുകളും കൂടെ ഒന്നായി ഒരു സംഘടനയായി. എല്ലാ ദൈവങ്ങളും കൂടെ ഭയങ്കര ശക്തിയല്ലേ, അല്ലെ? ഹിന്ദുക്കളുടെ ദൈവത്തിന് ശക്തി, ക്രൈസ്തവരുടെ ദൈവത്തിനൊരു ശക്തി, മറ്റ് ആൾ ദൈവങ്ങൾക്ക് ഒരു ശക്തി, എല്ലാ ശക്തികളും കൂടെ ഒരുമിച്ച് അള്ളാഹ് ഓപ്പോസിറ്റ് നിന്നാലും അവർക്കൊരു ദുബാബ്, ദുബാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈ, ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലടാ പൊന്നേന്ന് നമ്മളോട് പറഞ്ഞു തരുക. അപ്പോ ഇവിടത്തെ 2-3 കാര്യങ്ങളുണ്ട്. അറബികളുടെ കണ്ണിലും നമ്മുടെ കണ്ണിലും ഒക്കെ ഈച്ച എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിയാണ്. അപ്പൊ അള്ളാഹു അതാണ് പറയുന്നത്, ഇത്രയും നിസ്സാരമായ ഒരു ജീവിയെ സൃഷ്ടിക്കാൻ, നേരത്തെ തസ്നി വെച്ചപ്പോൾ പറഞ്ഞ പോലെ, നിസ്സാരമായ ജീവിയെ സൃഷ്ടിക്കാൻ കഴിയില്ല എങ്കിൽ വലിയ വലിയ സംഗതികൾ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് സ്വർഗവോ നരകവോ ഒന്നും തരാൻ കഴിയില്ല. ഒരു ഈച്ചേനെ അനക്കാൻ കഴിയില്ലാത്തവർക്ക് നിങ്ങളെ SSLC എക്സാമിൽ നിന്ന് ജയിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ വലിയ വലിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയില്ല. അതിനകത്ത് ഒരുപാടുണ്ട്. നിങ്ങളുടെ വലിയ വലിയ എത്ര ആഗ്രഹങ്ങളും ഒരു ഈച്ചേനെ അനക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് സാധിക്കൂല. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത് പഠിച്ചവൻ പറയുന്നത് ഒന്നും കൂടെ ഒരു സിനിമാറ്റിക് വിഷ്വലൈസേഷൻ തരുവാണ്. വൈൻ യസ്ലുമുഹു ദുബാബു, ആ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നൈവേദ്യം ഉണ്ടല്ലോ, നിവേദ്യം, പാലായിക്കോട്ടെ, ചോറായിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, അതിൽ നിന്നും ഈച്ച എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ, എന്നുവെച്ചാൽ യസ്ലുബുഹും റാഞ്ചി എടുത്തു കഴിഞ്ഞാൽ, ഷെയ്അൻ, ഷെയ്അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണുമണി, ആറ്റം എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. മൈന്യൂട്ട് ലെവലിലാണ് ഒരു പീസ്. ഈച്ചയുടെ കാലിൽ അതിൽ കൂടുതൽ പറ്റുമല്ലോ. ഈച്ചയ്ക്ക് ഇങ്ങനെ ഓരോ എടുക്കാൻ പറ്റുമോ? ഒരു ഈച്ചയ്ക്ക് എന്തെടുക്കാൻ പറ്റും? ഒരു ഷെയ്ഇനെ ഉള്ളൂ ഒരു ഈച്ചയ്ക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും മൈന്യൂട്ട് ലെവലിൽ ഒരു ഈച്ച അതിൽ നിന്നും എന്തെങ്കിലും ആധിപത്യം സ്ഥാപിച്ച് എടുത്തു കഴിഞ്ഞാൽ ലാ യസ്തൻകിദൂനഹു, ഒരു ലാ യസ്തൻകിദൂഹു മിൻഹു, ആ ഈച്ച എടുത്തതിൽ നിന്നും, ഈച്ചയിൽ നിന്നും കേട്ടോ, അല്ല പ്ലേറ്റ് ഇരിക്കുന്നതില്ല, ഈച്ച അപഹരിച്ചതിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പടച്ചവൻ പറഞ്ഞപ്പം ഇതിലൊരു ഫിലോസഫിക്കൽ മീനിങ്ങിലാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്.
വളരെ നിസ്സാരമായ ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഇനി ഒരു ഈച്ചയ്ക്ക് ആഹാരം എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്വന്തമാക്കാൻ കഴിയും? വളരെ കുറഞ്ഞതേ സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അതുപോലും നിങ്ങൾക്ക് ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു മേടിക്കാനും ഈ ദൈവത്തിന് കഴിയില്ല. അങ്ങനത്തെ ഒരു ദൈവത്തെയാണോ അള്ളാഹിനെ കൂടാതെ നീ എടുത്തതെന്ന്? ഇനി ഇതിന്റെ രണ്ടാമത്തെ സയന്റിഫിക് പെർസ്പെക്റ്റീവിലേക്ക് പോകാം. ഈ ആയത്തിലോട്ട് അള്ളാഹു എന്തുകൊണ്ട് ഇവിടെ ഈച്ചയെ മെൻഷൻ ചെയ്തു? ഈച്ച എന്ന് പറയുന്നത് ഇത്രയും നിസ്സാര ജീവിയാണോ? അള്ളാഹു ഒരു സാധനത്തിനും ചുമ്മാ ഖുറാനിൽ പറയില്ല. ജസ്റ്റ് നമ്മൾ ഈച്ചയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈച്ചയുടെ കണ്ണില്ലേ, ഈച്ചയുടെ കണ്ണ് ചെറിയ ശരീരത്തിലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ സാധനങ്ങൾ കൂടിയാണ് ഈച്ച എന്ന് പറയുന്നത്. ഈ ഈച്ചയുടെ കണ്ണില് 40,000 പ്ലസ് ലെൻസസ് ഉണ്ടെന്ന്. അപ്പൊ 4000-ന് മുകളിൽ ലെൻസുകളുണ്ട്. ഈച്ചയുടെ കണ്ണില് 360 ഡിഗ്രി ആംഗിളിൽ ഈച്ചയുടെ കണ്ണ് ഇങ്ങനെ കറങ്ങും. നിങ്ങളൊന്ന് കണ്ണ് മാക്സിമം കറക്കി നോക്കിക്കേ. മോഹൻ നേരെ വെച്ച് ഇന്നലെ പറഞ്ഞില്ലേ, അവിടെ, ഇവിടെ, ഇവിടെ, ഇവിടെ. നമ്മുടെ പുറകിൽ ആരെങ്കിലും വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ ഓരോ മൃഗങ്ങളുടെയും കണ്ണിന്റെ സ്ട്രക്ചർ പഠിക്കണം. കാക്ക വന്നിരിക്കുമ്പോൾ കാക്കയുടെ കണ്ണ് ഈ രണ്ട് സൈഡിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ നേരെ നോക്കുന്ന ലുക്ക് കാക്കയ്ക്ക് ഇങ്ങനെ കിട്ടും, അങ്ങോട്ടും ഒരേ സമയത്ത് ഇങ്ങോട്ടും കിട്ടും. അപ്പം അള്ളാഹു കാക്കയ്ക്ക് അതിന്റെ പക്ഷികൾക്ക് അത് കൊടുത്തിരിക്കുന്ന കാരണം അതിനെ ഇര പിടിക്കാനും ഇണയെ കണ്ടെത്താനും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഷൻ കിട്ടും രണ്ട് സൈഡിലേക്ക്. മനുഷ്യനെ സംബന്ധിച്ചോളം ഇങ്ങനെ തന്നെ നോക്കണം, ഇങ്ങനെ തന്നെ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു കാക്കയോ കോഴിയോ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പം നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും കോഴി അങ്ങോട്ട് നോക്കിയിരിക്കുക, അത് നിങ്ങളെയാണ് നോക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെയല്ലേ കണ്ണ്. അപ്പം നിങ്ങൾ കോഴി ബാ 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 എന്ന് പറഞ്ഞ് വിളിക്കരുത്. നിങ്ങളെ തന്നെയാണ് ആ പാവം നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്റെ കോഴി ഇപ്പൊ എന്നെ നോക്കിയിരിക്കുന്നു. ഒരിക്കലും അല്ല, കോഴി അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് തിരിയേ. ഓക്കെ, ഇതാണ് പക്ഷികളുടെ കണ്ണിനെ കുറിച്ച്. ഓരോന്നിന്റെയും കണ്ണുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്, അതിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണ് നോക്കിയാൽ പഠിച്ചോൻ വെച്ചിരിക്കുന്നത് ഇവിടെ. നമ്മുടെ കണ്ണ് ഒരെണ്ണം മുകളിലും ഒരെണ്ണം ഇവിടെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഈ ഗൂഗിൾ മീറ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഫോണും കാണാം, വീടിന്റെ മുകളിലും കാണാം. റോഡിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, കാരണം സൂര്യനെ നോക്കി നിങ്ങൾ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ച് തല മടച്ച് തുണി വെച്ച് കെട്ടേണ്ടി വരും. ആകാശം കണ്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് പഠിച്ചോൻ തന്നെ വെച്ചിരിക്കുന്ന നോക്കിയാ മുകളിൽ നിന്ന് എപ്പോഴും നമ്മുടെ തലമണ്ടേ വന്ന് താഴങ്ങൾ വീഴുന്നില്ല. ശബ്ദം കേട്ടാൽ നമുക്ക് മുകളിലോട്ട് നോക്കിയാൽ മതി. അതുകൊണ്ട് കണ്ണ് മുകളിലേക്കല്ല ആവശ്യം. അത് തലയുടെ പുറകിൽ ഫിറ്റ് ചെയ്തായിരുന്നെങ്കിലോ നമുക്ക് ഒരേ സമയത്ത് പുറകും കാണാം മുമ്പും കാണാം. അപ്പൊ ഒരു കണ്ണ് മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചക്ക് നോക്കി, ഒരു കണ്ണ് പൊത്തിപ്പിടിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യണം. ഒരു കണ്ണ് പൊത്തിപ്പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ 50% വിസിബിലിറ്റി കുറഞ്ഞു. അപ്പൊ ഈ രണ്ട് കണ്ണും കൂടെ വരുമ്പോഴാണ് 100% വിസിബിലിറ്റി ആയത്. അപ്പൊ കണ്ണ് ബാക്കിലും കൂടെ വന്നു കഴിഞ്ഞാലോ, കണ്ണ് ബാക്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മുടെ കണ്ണ് നമ്മുടെ മുഖത്തല്ലാതെ കൈയുടെ ഇവിടെ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വന്നേനെ. അപ്പൊ ഇത് പഠിച്ചതും കൃത്യമായിട്ട് സ്ഥലത്ത് വെച്ച് വന്നു. പറഞ്ഞു വരുന്നത് ഓരോ ജീവികൾക്കും അതിൻ്റെതായ രീതി നിങ്ങൾ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹത്വത്തെ വലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇവിടെ ഈച്ചയുടെ കണ്ണ് 4000 ലെൻസും 360 ഡിഗ്രി ആംഗിളിലും ക്യാമറ പോലെ കറങ്ങും. ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഈച്ചയ്ക്കുണ്ടല്ലോ ഫാസ്റ്റ് മോഷൻ റിറ്റക്ഷൻ, അതായത് ഈച്ചക്ക് റിയാക്ഷൻ ഭയങ്കരമായിരിക്കും. ഒരിക്കലും നമുക്ക് ഈച്ചനെ പിടിക്കാൻ പറ്റില്ല. ഈച്ചനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ കിട്ടിക്കാം. അപ്പൊ കിട്ടാനുള്ള വഴികളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ഇതാണ് ഈച്ചയുടെ കണ്ണ് മുകളിലേക്ക് 360 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള വഴിയൊക്കെ ഉണ്ട്. 360 ഡിഗ്രി ആംഗിളിന് ഫുൾ റൗണ്ടില് ഈച്ചയുടെ കണ്ണ് നമ്മൾ എങ്ങനെ പോയാലും ഈച്ചക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അടിക്കാൻ ശ്രമിച്ച ഈച്ചനെ കിട്ടൂല. ഇതാണ് ഒന്നാമത്തെ ഈച്ചയുടെ പ്രത്യേകത. പിന്നെ എന്നെ ശരീരഘടന എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ പഠിച്ചു നോക്കൂ. അതിന് ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷം. രണ്ടാമത്തത് ലാ യസ്തങ്കിദൂന എന്ന് പറഞ്ഞു. ആ ഈച്ച വന്ന് ആ ദൈവങ്ങളുടെ ആഹാരങ്ങളിൽ നിന്നും ഒരംശേ ഉള്ളൂ എടുത്തുകൊണ്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പഠിച്ചവൻ പറഞ്ഞു. ഇത് 6-ാം നൂറ്റാണ്ടിൽ 1400 കൊല്ലം മുമ്പ് ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന
പുസ്തകങ്ങൾ വായിക്കാത്ത ഉമ്മിയായ നിരക്ഷരനായ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി കൈകൊണ്ട് എഴുതുന്നതാണെന്ന് ചില ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ലോകങ്ങളെ മുഴുവൻ പഠിച്ച പ്രപഞ്ച സൃഷ്ടാവിന്റെ ഗ്രന്ഥമാണെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്ത്. എന്താണെന്നറിയാമോ? ഈച്ചയിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഈച്ചനെ നമുക്കുണ്ടല്ലോ, ഈച്ചനെ എങ്ങനെയും ഒന്ന് പിടിച്ചിട്ട് അതിന്റെ കാലിന്റെ അടിയിലിരിക്കുന്ന ആ സാധനത്തിന് നമുക്ക് തോണ്ടി ഒരു ചെറിയ ലെൻസ് കൊണ്ട് തോണ്ടി എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയല്ലേ എന്ന് വേണേൽ ചോദിക്കാൻ പറ്റും. പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സയന്റിഫിക്കലി ഈച്ച വന്ന് ഒരു ചോറിന്റെ മുകളിലോ ഒരു ഫുഡിന്റെ മുകളിലോ ഇരിക്കുമ്പോൾ ആദ്യം ഈച്ച ഇങ്ങനെ അതിന്റെ കൊമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ ഈച്ചയുടെ ശരീരത്തിലുള്ള എൻസൈമുകൾ, സലൈവ, നമ്മുടെ ഉമിനീരിലെ നാക്കിലുള്ള സലൈവ, ഈ ഉമിനീരിനെ ആദ്യം ഇഞ്ചക്ട് ചെയ്യും. ആ ഫുഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ ഫുഡിന്റെ സ്വഭാവം മാറി പെട്ടെന്ന് ആ ഫുഡ് ലിക്വിഡ് രൂപത്തിലേക്ക് മാറിപ്പോകും. ഏതുപോലെന്ന് വെച്ചാൽ നമ്മള് ഒരു ബിസ്ക്കറ്റ് കഷ്ണം എടുത്ത് പൊട്ടിച്ചിട്ട് നമ്മുടെ നാക്കിൽ വെക്കുമ്പോൾ നമ്മുടെ നാക്കില് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അത് കൂടാതെ സൈഡില് സലൈവ ഗ്രന്ഥികളുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ സലൈവ ഗ്രന്ഥികൾ എന്തിനാണ്? സലൈവ ഗ്രന്ഥികൾക്കകത്ത് ഉമിനീരാണ് അത് പുറത്തേക്ക് വിടുന്നത്. ബ്രെയിൻ പറയും, ദാ എന്റെ കൊച്ച്, എന്ന് വെച്ചാൽ എന്റെ കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ബിസ്ക്കറ്റ് എടുത്ത് നാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. സലൈവ ഗ്രന്ഥികളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉമിനീരുകൾ പുറത്തേക്ക് വിടുക. ഈ നാക്കിന്റെ സൈഡിൽ കൂടെ പൈപ്പ് ടാപ്പ് തുറന്ന്. അത് വിട്ടില്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും നാക്ക്. ഒരിക്കലും നമുക്കത് ഇറക്കാൻ പറ്റത്തില്ല. കാരണം പൊടി തിന്നവളെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ തന്നെ നമ്മുടെ നാക്കില് എടുക്കണ്ട, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇവൻ ഇപ്പൊ നാക്കിലോട്ട് വെക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ സലൈവ ഓപ്പൺ ആക്കും, ഉമിനീർ ഗ്രന്ഥി ഓപ്പൺ ആക്കും. നാക്ക് സജ്ജമാകും. എന്തിനു വേണ്ടി? നിന്റെ കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് കഷ്ണത്തെ സ്വീകരിക്കാൻ വേണ്ടി. ഈ അള്ളാഹുവിനെ നീ തിരിച്ചറിയുന്നില്ല. ഏതുപോലെ നല്ല വാളംപുളിയോ മാങ്ങായോ നിങ്ങൾ ഇങ്ങനെ കാണിച്ച വായി വെള്ളത്തിലാറുണ്ടോ? വന്നിട്ടുണ്ടോ? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാ, എന്റെ നാക്കിലേക്ക് വന്നാൽ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ദഹിപ്പിക്കാനുള്ള ഉമിനീർ ഞാൻ സജ്ജമാക്കി വെക്കുകയാണ് നമ്മുടെ വായ. കണ്ടോ, ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ വായു വെള്ളം വന്നില്ലേ? പറഞ്ഞപ്പോ തന്നെ വെള്ളം വന്നില്ലേ കൈ കിട്ടാതെ? അപ്പം നമ്മുടെ ഫുഡ് നമ്മുടെ നാവില് വരുമ്പോ ഇത്തരം ഉമിനീരുകൾ സ്പ്രെഡ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും എന്താവൂല, ആ ഫുഡ് നമുക്ക് തൊണ്ടയിൽ കൂടെ ഇറക്കി സ്മൂത്ത് ആയിട്ട് വിടാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അതിനെ അലിപ്പിച്ച് അതിനകത്തെ കണ്ടന്റുകൾ ടേസ്റ്റ് ബഡ്സിൽ അനുഭവിപ്പിച്ച് നാക്കിലെ രുചി, എരിവ്, പുളി പോയാ ഓക്കെയാണോ? അപ്പൊ ഒരിക്കലും ഈ ടേസ്റ്റ് ബഡ്സുകൾ ഉമിനീരുകൾ പുറത്തേക്ക് വന്നില്ല എങ്കിൽ, സലൈവ ഗ്രന്ഥികൾ പുറത്തേക്ക് ഉമിനീര് വിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും രുചി അനുഭവപ്പെടുത്തില്ല ആ ഭക്ഷണത്തിലുള്ള. പള്ളിക്കാര് വൈഫൈ വിളിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും? ഓക്കെ അല്ലേ? ഓക്കെ, മാർഗമുള്ളൂ. ഇത് ഉമിനീർ ഗ്രന്ഥികൾ പുറപ്പെടുവിച്ചില്ല എങ്കിൽ ആ ഭക്ഷണത്തിന്റെ രുചി നമ്മൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ഉമ്മമാർ, നമ്മുടെ ഉമ്മച്ചിമാരൊക്കെ എത്ര ടേസ്റ്റിന് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാലും അള്ളാഹു നമ്മുടെ നാക്കിൽ ഈ സാധനം ഓപ്പൺ ആക്കിയില്ലെങ്കിൽ അതിന്റെ രുചി നമ്മൾ തിരിച്ചറിയാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ ഭക്ഷണം കാണുമ്പോൾ, കണ്ണ് കാണുമ്പോൾ ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജില് ഈ സാധനം ഡേറ്റാസ് കൈമാറുമ്പോൾ ചിരിയുടെ മസിലുകൾ മുഖത്തയഞ്ഞതുപോലെ നാക്കിൽ ഉമിനീർ വരുന്നു. ഈ ഉമിനീരിൽ തന്നെ 3 കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്, 3 ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം എന്താണെന്നറിയാമോ? ഇത് സ്മൂത്തായിട്ട് നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴുക്കൽ, ലൂബ്രിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നമ്മുടെ തുപ്പലിനകത്തൊരു ഒട്ടലില്ലേ, ഒരു സാധനം, ഒരു വഴുക്കൽ. അതുണ്ടെങ്കിലുള്ളൂ നമ്മുടെ ചെറിയ ആഹാരക്കുഴലിലൂടെ ആ സാധനം താഴത്തേക്ക് കുഷ്കെന്ന് പറഞ്ഞ് പോകത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ അത്.
രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉമിനീരിനകത്ത് രണ്ടാമത്തെ കണ്ടന്റ് നമ്മുടെ വയറ്റിലുള്ള ആമാശയത്തിലുള്ള HDL എന്ന് പറഞ്ഞ ആസിഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. സാധനം ദഹിപ്പിക്കുന്ന ഈ HDLന്റെ ഒരു നേരിയ കണ്ടന്റ് നമ്മുടെ ഉമിനീരിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ വെച്ച് തന്നെ ഭക്ഷണത്തെ എന്ത് ചെയ്യും? ഒന്ന് ദഹിപ്പിക്കും. ചെറിയ രീതിയിൽ ദഹനത്തിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒന്ന് കത്തിച്ചിട്ടാണ് സാധനം താഴത്തേക്ക് പോയി വലിയ ടാങ്കിലേക്ക് വീണ് ദഹിക്കുന്നത്. ഉമിനീരിന്റെ മൂന്നാമത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, സോറി, HDL അല്ല, HCl. സോറി, HDL എന്ന് പറയുന്ന സാധനമാണ്. മൂന്നാമത്തെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് അതാണ് മെയിൻ. ഈ നമ്മൾ നാവിൽ വെക്കുന്ന ഭക്ഷണത്തെ അപ്പോൾ തന്നെ ഒരു ലാബായിട്ട് വർത്തിക്കും. ഉമിനീര് വന്ന് അതിനൊന്ന് കവർ ചെയ്യുമ്പം അതിനെ ഫുള്ളൊന്ന് സെർച്ച് ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിനെ നശിപ്പിച്ചു കളയും. നമ്മൾ വെക്കുന്ന ബിസ്ക്കറ്റിനകത്ത് ചെറിയ ബാക്ടീരിയകൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും? അതിനെ ഡിസ്മിസ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊയ്യ് ബാക്കിയാണ് താഴത്തേക്ക് വിടുക. വലിയ വിഷമാണെങ്കിൽ അതിനെ കൊണ്ട് എന്റെ കയ്യിൽ നിൽക്കൂല. അപ്പൊ തന്നെ അത് കൊടുക്കേണ്ടടുത്ത് മെസ്സേജ് കൊടുത്തോളൂ, നമ്മൾ പോലും അറിയുന്നില്ല. സാധനം വരുന്നത് മോശമാട്ടോ, ത്വയ്യിബല്ല, ഹലാലാണ്, പക്ഷെ എന്തല്ല, ത്വയ്യിബല്ല. അതുകൊണ്ടാണ് അള്ളാഹു എന്താ പറഞ്ഞ ഡെറ്റോക്സിഫിക്കേഷൻ പറഞ്ഞു വരും. അപ്പൊ ഈ സാധനങ്ങൾ വരുമ്പോ ആമാശയത്തിലെ ആസിഡ് എന്ത് ചെയ്യും? ബാക്കി അതിനെ ചെയ്തോളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമിനീരിൽ പോലും ഒരു സഞ്ചരിക്കുന്ന ലാബായിട്ട് നമ്മുടെ വായ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്. ഈച്ച വന്നൊരു ഭക്ഷണത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ഈച്ച ഈ സലൈവ ഈ ഭക്ഷണത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിന്റെ അവസ്ഥ മാറി അത് ലിക്വിഡായി മാറുന്നു. അതിനുശേഷമാണ് ഈ കെമിക്കൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ഈച്ച ഈ ശരീരത്തിലോട്ട് കയറ്റുന്നത്. ബിസ്ക്കറ്റ് വായിൽ വെച്ച് അലിപ്പിച്ച് വെള്ളമാക്കി പൊടിയാക്കി കളഞ്ഞാൽ വീണ്ടും തിരിച്ച് ആ പഴയ ബിസ്ക്കറ്റ് ആക്കാൻ പറ്റുമോ? അതാണ് ചോദിക്കുന്നത്. ഈച്ച വന്ന് അവരുടെ ഭക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞ് എന്തെങ്കിലും സ്വന്തമാക്കി അപഹരിച്ച് ഇത്രയും പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ആ ഫുഡിനെ പഴയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ലോകത്തുള്ള 800 കോടി മനുഷ്യരും സർവ്വ ലാബുകളും സർവ്വ സയന്റിസ്റ്റുകളും നോക്കി നടക്കാത്ത കാര്യം പിന്നെ ഈ ജീവനില്ലാത്ത വിഗ്രഹത്തിന് പറ്റുമോ? നോക്കിയ പടച്ചവനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോഴേ എവിടം വരെ കൊണ്ടുപോയി നോക്കി. നിങ്ങളോട് ശ്രദ്ധിച്ച് കേൾക്കാൻ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല ശ്രദ്ധിച്ച് പഠിക്കുക കൂടി ചെയ്ത വിഷയം. ഒരു മനുഷ്യൻ ഖുർആൻ കൈകൊണ്ട് എഴുതുക എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൈകൊണ്ട് എഴുതി ഖുർആൻ വിശ്വസിക്കാൻ പറ്റുമോ? ബോധ്യപ്പെടുത്തി. രണ്ട് പടച്ചവൻ പറയാണ്, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനും വൽ മത്ലൂബു, പ്രാർത്ഥന തേടുന്ന പ്രാർത്ഥന ആരുടെ പോകുന്ന അവനും എത്രയോ ബലഹീനനാണ്, എത്രയോ നിസാരനാണ്. വിളിച്ചു പ്രാർത്ഥിക്കുന്നവന് തെളിവില്ല, തെളിവ് വേണമെന്ന ഇൽമില്ല, ബോധമില്ല, ബുദ്ധിയില്ല. ഇനി അവൻ പോയി ചോദിക്കുന്ന സാധനമോ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല, ഈച്ച സ്വന്തമാക്കുന്ന സാധനം തിരിച്ച് റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല. ഇവനെയാണോ നീ റബ്ബായി കാണുന്നത്? ഇവിടെയാണ് തൗഹീദ് റുബൂബിയ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ആ ആയത്തിൽ പറഞ്ഞു, ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ വിളിച്ച് ഒഴിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലൻ യഖ്ലുഖൂ, ഖാലിഖാകാൻ കഴിയില്ല. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിക്കുക. അള്ളാഹുവിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കിടക്കുന്നത്? തൗഹീദ് റുബൂബിയ, ഉലൂഹിയ, അസ്മാ വസിഫ, എവിടെയാ കിടക്കുന്നത്? അപ്പോ സൃഷ്ടിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഒരിക്കലും റബ്ബാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോട് ചോദിക്കാം, നിന്നെ സൃഷ്ടിച്ചത് ഏതെങ്കിലും ഔലിയാക്കന്മാരാണോ? നിന്നെ സൃഷ്ടിച്ചത് ശിവനാണോ? നിന്നെ സൃഷ്ടിച്ച പാർവതിയാണോ? നിന്നെ സൃഷ്ടിച്ച യേശുക്രിസ്തു ആണോ? അവര് പറയും ഒരിക്കലും അല്ലേ അല്ല, തമ്പുരാനാണ്, റബ്ബാണ്, അള്ളാഹു ആണ്. അപ്പൊ സൃഷ്ടിച്ചത്, അപ്പൊ ഒരിക്കലും റബ്ബാകാൻ കഴിയില്ല. അപ്പൊ രണ്ടാമത്
ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും അതാരാണ്? അതും അള്ളാഹു തന്നെയാണ്. അതായത് ലാ യസ്തൻകിദൂനഹു എന്ന് പറഞ്ഞല്ലോ, കൺട്രോൾ ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നതും റബ്ബ് തന്നെയാണ്. അപ്പൊ ഒരിക്കലും റുബൂബിയത്ത് പോലും നിങ്ങൾക്ക് ഇതിനെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ റുബൂബിയത്ത് സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത ഒരു സാധനം അള്ളാഹു ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉലൂഹിയത്ത് നിങ്ങൾ അതിന് കൊടുക്കരുതെന്നാ പറയുന്നത്. റുബൂബിയത്ത് സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത ഒരു സാധനത്തെ ഉലൂഹിയത്ത് കൊടുക്കരുതേ. അപ്പൊ ഉലൂഹിയത്ത് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ, ആരാധന. ആരാധന കൊടുക്കേണ്ടത് റുബൂബിയത്ത് സ്ഥിരപ്പെട്ട വസ്തുവിനാണ്. റുബൂബിയത്തും ഉലൂഹിയത്തും സ്ഥിരപ്പെട്ട വസ്തു ആരാണോ അവനാണ് ദൈവം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അവസാനം പറഞ്ഞ പോയിന്റ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? ഒന്ന് പറയാമോ? പെട്ട് ഒരാൾ ബാക്കി എല്ലാരും കേട്ടോളാം. ആരാ ഒരാൾ പറയുന്നത്? തസ്നീം. തസ്നീം പറഞ്ഞോ. പതിയെ പറ. രണ്ടും രണ്ടിടത്തേക്ക് പോകരുതെന്ന് ഒന്നും കൂടെ ഒന്ന് പറയാം. സൃഷ്ടിക്കുന്നവൻ ഖാലിഖാണ്. സൃഷ്ടിക്കുന്നവനാണ് ആഹാരം കൊടുക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം കൂടെ അടങ്ങിയ പേരാണ് റബ്ബ് എന്ന് പറയുന്നത്. ആ അള്ളാഹുവിന്റെ ഒരു ഏരിയ ആണ് റുബൂബിയത്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാ മതക്കാരും അവര് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവം റബ്ബാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. സൃഷ്ടാവെന്ന റബ്ബെന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. പക്ഷെ സൃഷ്ടാവെന്ന് മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നവൻ ആരാണോ അവനാണ് റബ്ബ്. സൃഷ്ടിക്കുക, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്തം എന്നേ അർത്ഥമുള്ളൂ. സൃഷ്ടികർത്തം എന്നെ മൊത്തത്തിൽ പറയുന്നത് സൃഷ്ടിക്കുക, പരിപാലിക്കുക, പടിപടിയാ വളർത്തുക, ഫുഡ് കൊടുക്കുക, കൺട്രോൾ ചെയ്യുക, വളർത്തുക, മരിപ്പിക്കുക. അപ്പൊ ഈ സാധനം റബ്ബ്, ഇത് ഒരു ദൈവങ്ങൾക്കും ഇതിന് ഓണർഷിപ്പ് ഇല്ല എന്ന് എല്ലാ മതക്കാരും സമ്മതിക്കുന്നുണ്ട്. കാരണം ആരും പറയുന്നില്ല അവരുടെ യേശു ആണെന്നോ ശിവനാണെന്നോ പാർവതിയാണോ. എല്ലാരും തമ്പുരാൻ 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 എന്നാ പറയുന്നത്. അതായത് മുകളിലുള്ള പരബ്രഹ്മം, അതാണ് റബ്ബ് എന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഏരിയയെ ഇവർ സമ്മതിക്കുന്നുണ്ട് റുബൂബിയത്തിന്. ഇവിടെ ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ റുബൂബിയത്തിന് കഴിയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഏത് വിഗ്രഹത്തിന് അല്ലെങ്കിൽ അള്ളാഹെ കൂടാനുള്ള ഒരു ദൈവത്തിന് ഈച്ചയെ സൃഷ്ടിക്കാൻ പറ്റാതെ വരുമ്പോൾ റുബൂബിയത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. രണ്ട്, ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാനും തിരിച്ചു മേടിക്കാനും ഡിവൈഡ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ റുബൂബിയത്തിന്റെ രണ്ടാം പാർട്ടായ ഭക്ഷണ സംവിധാനങ്ങൾക്കും കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അള്ളാഹുവെ കൂടാതെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും റബ്ബല്ല എന്ന് പഠിച്ചതിനോട് സ്ഥാപിച്ചു. ക്ലിയർ ആണോ? ക്ലിയറാ. അപ്പൊ അവിടെ പറഞ്ഞു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല, നിങ്ങൾ അള്ളാഹുവെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് പോകേണ്ടത് ആരാധനയാണ്, ഉലൂഹിയത്തിലേക്കാണ് പോകേണ്ടത്. ഇലാഹ് എന്ന് പറയുന്നത് ആരാധ്യൻ. ആർക്കാണോ ആരാധന കിട്ടാൻ അവകാശപ്പെട്ടവൻ അവനാണ് ഇലാഹ്. ഇവിടെ മനുഷ്യരുടെ ഇലാഹ് ആരാണ്? കല്ലുകളാണ്, വിഗ്രഹങ്ങളാണ് ആരാധന. ടോട്ടലി റുബൂബിയത്ത് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധന കിട്ടാൻ ആരാണോ അവകാശപ്പെട്ടത് അതാണ് ഉലൂഹിയ എന്ന് പറയുന്നത്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാധന കിട്ടാൻ ആരാണോ അവകാശപ്പെട്ടത് അവനെ ഏകനാക്കുക, തൗഹീദുൽ ഉലൂഹിയ. റബ്ബാകാൻ ആരാണോ അവകാശപ്പെട്ടത് അവനെ ഏകനാക്കുക, തൗഹീദുർ റുബൂബിയ. അസ്മാഉ സിഫാത്ത് പറയട്ടെ, അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും ഒന്നാണെന്ന് അള്ളാഹ് പറയുന്നത്. പക്ഷെ മനുഷ്യര് പറയുന്നത് ഈ രണ്ടും രണ്ടാണെന്നാ പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരാള് റബ്ബ് അള്ളാഹു ആണെന്ന് സമ്മതിക്കുന്നു, മക്കാര്.
കാബയുടെ നാഥനാണ് അള്ളാഹു. വൈദാൻ സഅൽത, നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചു ചോദിച്ചാൽ കാലു അള്ളാഹ്, അവർ പറഞ്ഞ അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു ആണ് റബ്ബെന്ന് സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ആരാധന കൊടുക്കുന്ന ആർക്കാണ്? അത് ലാത്ത, ഉസ്സ, മനാത്ത, കോലാലമേട്, മമ്പ്രം, തങ്ങള്, ഇങ്ങനെ ഞങ്ങള് ആരാധന ഡിവൈഡ് ചെയ്തു വിട്ടു. അപ്പൊ അള്ളാഹ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ റബ്ബിനെ തന്നെ നിങ്ങൾ ആരാധിക്കൂ. ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്. റബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ ഓക്കെയാണ് ജനങ്ങൾ, പക്ഷേ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ കോൺസെപ്റ്റുകളാണ്. അവിടെയാണ് തെറ്റിപ്പോകുന്നത്. നിങ്ങൾ റബ്ബിനെ തന്നെ ആരാധിക്കൂ. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഈച്ചയുടെ എക്സാമ്പിളില് തദ്ഊന മിൻ ദൂനില്ല എന്ന് പറഞ്ഞെടുത്ത് ഉലൂഹിയത്തും ലൻ യഖ്ലുഖു ദുബാബൻ എന്ന് പറയുന്നത് റുബൂബിയത്തുമാണ്. അപ്പൊ നിങ്ങൾക്ക് റബ്ബ് പോലും അല്ലാന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് ഉലൂഹിയത്ത് കൊടുക്കാൻ നിൽക്കുന്നത്? മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആണോ? ഉലൂഹിയത്ത് ഇത് ഒരിക്കലും റബ്ബാകാൻ സാധിക്കാത്തവർക്ക് ഇലാഹാകാൻ സാധിക്കൂല. ഒരിക്കലും ഖബറിൽ കിടക്കുന്ന ആർക്കും നിങ്ങളെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ 100% പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധന കേൾക്കാനോ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാനോ നിങ്ങൾക്ക് ഉത്തരം തരാനോ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓ, എത്ര വലിയ എക്സാമ്പിൾ! ഇത് മനസ്സിലാകാത്തോണ്ട് താലിബ്, താലിബ് എന്ന് പറഞ്ഞാൽ ആരാ? താലിബ്, നമ്മുടെ മഹത്തിൽ താലിബ് എന്ന് പറയുന്നത് ആരെയാണ്? വിദ്യാർത്ഥി. ഈ വാക്കിന്ന വിദ്യാർത്ഥി, സ്റ്റുഡന്റ് എന്നുള്ള താലിബ് എന്ന് പറഞ്ഞാൽ തലബ എന്ന് പറഞ്ഞ വാക്കിന്നുണ്ടായ തലബ എന്ന് പറഞ്ഞാൽ എന്താ? തലബ, തലബ. യെസ്, അപേക്ഷിക്കുവല്ല, യാചിക, തെണ്ടുക. തലബ, തെണ്ടുക എന്നാ, തെണ്ടുക. അപ്പൊ അതിൽ നിന്നാണ് അറബിയിലെ വിദ്യാർത്ഥി എന്നുള്ള പദം പോലും എടുത്തത്. ത്വാലിബ്, ത്വാലിബ് എന്ന ഇൽമ തെണ്ടുക എന്നാ, ഇൽമ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന്, മടിയിൽ കൊണ്ട് തരൂല എന്നാ അതിന്റെ അർത്ഥം. എത്ര വലിയ കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക്. ഇൽമ അന്വേഷിച്ച് ഇറങ്ങണം. ത്വലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമാത്തിൻ. ഇൽമു തെണ്ടൽ, ഇൽമ അന്വേഷിച്ച് പഠിക്കൽ എല്ലാ മുസ്ലിം പുരുഷന്മാരുടെ മേലും എല്ലാ മുസ്ലിം സ്ത്രീകളുടെ മേലും ഫർളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല, ആണുങ്ങൾക്ക് മനസ്സിലായില്ല. ഫർളാണെന്ന് പറഞ്ഞു. വായിക്കണം, പഠിക്കണം, തെണ്ടണം, ഇറങ്ങി നടക്കണം, അന്വേഷിക്കണം. അതാണ്, അല്ലാതെ അതാണ് ഇൽമിന് മൂല്യമുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കരുത്. നമ്മൾ ഹിഫ്ള് ക്ലാസ്സിന് കുട്ടികളിൽ നിന്ന് ഫീസ് ഏർപ്പാടാക്കാനുള്ള കാര്യം അതാ. ഇൽമ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വാല്യൂ ഇല്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫീസ് തരണമെന്നല്ല പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഫീ വാങ്ങി നല്ല പേയ്മെന്റ് വാങ്ങി ഈ ക്ലാസ് കൊടുത്താൽ ഒരുപാട് ആളുകൾ അതിനും വാല്യൂട് കാണും. ഒരുപാട് ആളുകൾ സമ്മറി എഴുതും. നിങ്ങൾ സമ്മറി എഴുതാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഉസ്താദിന് വേറെ ഒരു പണിയില്ല. ഉസ്താദ് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു. ആ റമദാൻ അല്ലേ, ചുമ്മാ കയറി ഇരുന്നേക്കാം. കുറെ പാവങ്ങൾ സമ്മറി എഴുതുന്നു, കുറെ പേര് ചുമ്മാ ഇരിക്കുന്നു. ഒന്നുമല്ല എന്റെ പൊന്നു മക്കളെ, ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരു അഡ്വാൻസ്ഡ് പൈസയും വെച്ച് സെലക്റ്റീവ് ആയ ആളുകളെ, നിങ്ങളെ പോലും ഖുർആൻ ഓതാൻ അറിയാവുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിലേക്ക് കയറ്റത്തുള്ളൂ. കാരണം ഇത് ചെറിയ ക്ലാസ് അല്ല. ഖുർആന്റെ ആഴങ്ങളിൽ ഇറങ്ങി മുത്തും മണികളും പൊക്കിയെടുക്കുന്ന ഒരു റിസർച്ചിങ് കോഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ആദ്യം ഇന്റർവ്യൂ ലെവലിൽ വരും. ഇന്റർവ്യൂ ലെവലിൽ വരുമ്പോൾ ആദ്യം 5 എണ്ണത്തിനെ തട്ടും. എന്താ? വായിക്കാൻ അറിയൂല. സെലക്റ്റീവ് ആളുകളെ മാത്രം കയറ്റി ചെയ്തിട്ട് പേയ്മെന്റ് തന്നിട്ട് ഒരു കോഴ്സ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ ലെവൽ എവിടെ പോകുന്ന അറിയാം. അപ്പൊ ആ സാധനം കൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ, എനിക്ക് നല്ല പണിയുണ്ട്, എനിക്കിത് അറിയാവുന്ന സംഗതി ഒന്നുമല്ല, ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് ഇതിനകത്തൂടെ. ഇവിടെ ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ ഇൽമ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബിസിനസ് ആണ്. കാരണം ഈ ക്ലാസ് കാരണം എനിക്ക് ഒരുപാട് സംഗതികൾ വായിക്കാനും പഠിക്കാനും പറ്റി. ഇപ്പൊ തന്നെ ഇന്നത്തെ ക്ലാസ് 1:30 എന്നുള്ളത് 2 മണി ആക്കാനുള്ള കാരണം ഇന്നലെ ഇത്തിക്കാഫ് ഇരുന്നിട്ട് ഇന്ന് പകൽ ഉറങ്ങി കിടന്ന് 12:15 എഴുന്നേറ്റെ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഒന്നും നോക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നോക്കാൻ വേണ്ടിയുള്ള ടൈമാണ് ഞാൻ എടുത്തത്. അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇൽമിനെ അതിൻ്റെതായ വാല്യൂയോടുകൂടി കാണണം. അതുകൊണ്ട് ഇൽമൊന്നും ഒരിക്കലും ആർക്കും വെറുതെ കൊടുക്കരുത്. അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതൊക്കെ ആ ത്വലബ എന്ന് പറഞ്ഞ വാക്കിലുണ്ട്. ഇൽമ ആർക്കാണോ വേണ്ടത് അവനാണ് അന്വേഷിക്കേണ്ടത്, അവനാണ് പോകേണ്ടത്, അവനാണ് കണ്ടെത്തേണ്ടത്. ത്വാലിബ്, നോക്കി എത്ര വലിയ വിശാലമായ ഒരു വാക്കാന്ന്.
ഇത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന്റെ വില പോകും. വൽ മത്തുലൂബ്, നിങ്ങൾ അങ്ങനെ വില കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. കുറെ ആളുകൾ ഇപ്പോഴും സമ്മറി ഒക്കെ എഴുതാതെ ക്ലാസ്സിൽ പങ്കെടുക്കാതെയൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം ഫ്രീ ആണ്. ഒരു ഖുർആൻ ക്ലാസ് തുടങ്ങിയാൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഒരു പേനായും ഒരു നോട്ട്ബുക്കും ഫ്രീ ആയിട്ട് കൊടുക്കരുത്. പഠിക്കാൻ വരുന്നൊരു പൈസ കൊടുത്ത് വേണേ കൊണ്ടുവന്നേക്കണം. ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുക. അപ്പൊ അവർക്ക് എന്ത് സുഖം, വന്നിരിക്കുക, പേന കിട്ടി, പേപ്പർ കിട്ടി, പഠിച്ചിട്ട് പോയാൽ മതി. ഞാൻ സമ്മതിക്കൂല. ഞാൻ എടുക്കുന്ന ഖുർആൻ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. മൂവാറ്റുപുഴ കൊടുത്തു, ഞാൻ കാസർഗോഡ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെയും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ സംഘടനാ പരിപാടി നടന്നും കൊടുത്തോണം. ഖുർആൻ ക്ലാസ്സിൽ വരുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി, നൂറാനിയക്കായത് 50 രൂപ മുടക്കി ഇല്ലേ, മൂവാറ്റുപുഴക്കാരുടെ തിരിപ്പില്ലേ, ഞാൻ പറഞ്ഞില്ലേ 50 രൂപ തരാതെ ശക്തമായിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഉസ്താദ് എന്നെ ഒരു മനുഷ്യന് 50 രൂപയ്ക്ക് കണക്ക് പറയണം, 50 രൂപ കൊടുത്താലേ കാര്യം തരത്തുള്ളൂ. അതെ, തന്നാലേ തരത്തുള്ളൂ. നിങ്ങളുടെ 50 രൂപ വഹിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളൊന്നും ക്യാഷ് കൊണ്ടുവന്ന തോന്നിയില്ല. അല്ല, ഞാൻ പറഞ്ഞ മനുഷ്യനല്ലേ, ചിലപ്പം തോന്നിപ്പോകും. ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാലേ കാര്യം തരത്തുള്ളൂ. അത് നമ്മുടെ പായ്പറയിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പേനയും പേപ്പറും മേടിച്ചോണം. വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം വേണം. ഇൽമിന്റെ മേഖലയിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുടക്കുന്ന ക്യാഷ് ഒരിക്കലും നഷ്ടമല്ല. നിങ്ങളുടെ സ്കൂളില് ഫീസ് കൊടുത്തു എന്ന് വിചാരിക്കുക, യൂണിഫോം വാങ്ങിയെന്ന് വിചാരിക്കുക, ബസ് ഫീസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇൽമ് കരസ്ഥമാക്കുന്ന മേഖലയിൽ നിങ്ങൾ മുടക്കുന്ന ക്യാഷ് ഒരിക്കലും നഷ്ടമല്ല. അത് അവരുടെ ജീവിതത്തിൽ എന്നും ഒരു ഏണിങ് മാത്രമാണ്. ഇത് മനസ്സിലാകാത്ത ആളുകൾ അവിടെ ചിലപ്പോൾ കണക്കൊക്കെ പറയും. അതുകൊണ്ട് അത് പോട്ടെ, വലിയൊരു വിഷയമാണ്. താലിബ് ഇവിടെ ആരായി? തേടുന്നവൻ, ദുആ ചെയ്യുന്നവൻ, ലൈഫായി, ബലഹീനനായി. വൽ മത്ലൂബ്, തേടപ്പെട്ടവൻ, ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവൻ അതിനേക്കാളും വലിയ ബലഹീനനായി. നോക്കി എത്ര വലിയ ഉദാഹരണമാണെന്ന്. വല്ലാത്തൊരു ആയത്തായിരുന്നു, വല്ലാത്തൊരു വിശദീകരണമായി പോയി. ഖുർആൻ സയന്റിഫിക്കലി തെളിയിച്ചു, ഫിലോസഫിക്കലി ഉദാഹരണം പറഞ്ഞു, തൗഹീദ് റുബൂബിയ പറഞ്ഞു, ഉലൂഹിയ പറഞ്ഞു, വിദ്യാർത്ഥി പറഞ്ഞു, ആരാധിക്കപ്പെടുന്നവന്റെ ബലഹീനത പറഞ്ഞു, എല്ലാം ആയത്തിൽ പറഞ്ഞു. അള്ളാഹുവിനോട് മറുപടി പറയാം, അള്ളാഹുവേ, നിന്റെ ആയത്ത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു, പഠിച്ചു, ചിന്തിച്ചു. നിന്റെ ഖുർആൻ ഒറിജിനൽ ആണ്, അതൊരു മനുഷ്യൻ എഴുതിയതല്ല, നിന്നിൽ നിന്നുള്ള വഹിയാണെന്ന് ഞാൻ സത്യപ്പെടുത്തി. ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് പിരിയുന്നത്. ഇൻഷാ അള്ളാഹ് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആന്റെ വഴിയിൽ ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും നിർബന്ധമായിട്ടും ഫീഡ്ബാക്ക് എഴുതണമെന്ന് പറയുന്നത് എനിക്ക് കേൾക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള അധ്യാപനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും ക്ലാസ്സിന്റെ സ്വഭാവത്തെ കുറിച്ചും ചർച്ച ചെയ്ത വിഷയങ്ങളെ കുറിച്ചും നിങ്ങളെ ആഴത്തിൽ എത്രത്തോളം അത് പരാമർശിച്ചു എന്നത് എനിക്ക് ഓരോ ആളുകളിൽ നിന്നും കേൾക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്തെഴുതണം? ഫീഡ്ബാക്ക് എഴുതണം. പറ ജബീത. അപ്പൊ ശരി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.